ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോയേനെ കള്ളുഷാപ്പിന്റെ മുമ്പിലെ ക്യൂ കണ്ടിട്ട്. അല്ലേ അല്ലേ? നിങ്ങൾക്കറിയോ, ഇക്കഴിഞ്ഞ ഈ പുതിയ വർഷം ആഘോഷിക്കുമ്പോ നടുറോട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ് വിദേശ മദ്യം വാങ്ങി മലപ്പുറം ജില്ലയില് കാക്കമാരി ജീവിക്കുന്ന, മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അരങ്ങ് തകർക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ എന്നിട്ട് രണ്ട് കയ്യിലും പരസ്യമായിട്ട് വിദേശത്തിന്റെ മദ്യം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പെങ്കിന് ഓടുന്ന വഴി ഓടുകയാണ്. നിൽക്കാൻ കഴിയുന്നില്ല ഭൂമിയിൽ. കാരണം ഇന്നലെ കുടിച്ചതിന്റെ പള്ളയെന്നത് പോണ്ടേ, ഇത് മൂത്രമായിട്ട് പോണ്ടേ, അത് പോണില്ല. കാരണം ഇത് മൂക്കറ്റം കുടിച്ച് കണ്ണുകുടങ്ങനെ ഒലിക്കുകയാണ്. എന്താ നേട്ടം? ആണം പെണ്ണ് കെട്ടവൻ, സ്വന്തം രാജ്യത്തെ കുറിച്ചും ലോകത്തെ കുറിച്ചും ഒരറിവുമില്ലാത്തവൻ. എടോ, ഒരു പോത്തിന്റെ ഹൃദയത്തിലും കള്ളില്ലടോ. വീട്ടിൽ കെട്ടി ഒരു നായയുടെ വായിൽ കള്ളില്ലടോ മനുഷ്യ. എന്നിട്ട് നട്ടപ്പാതിരാക്കി യജമാനൻ കൂട്ടിക്കെട്ടിയിട്ട് നായ കള്ളം വന്നാൽ ഒരു ഇല അനങ്ങിയാല് നായ ചാടി കുറച്ച് എണീക്കുക, വേദനിക്കുക. എന്റെ നാടിനെ കുറിച്ച്, എന്റെ നാടിനെ കുറിച്ച്, ലോകത്തെ കുറിച്ച് വേദനിക്കുക. സ്വന്തം അമ്മ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ പോലും അറിയാതെ കള്ളു കുടിച്ച് പേട്ടവെള്ളം കുടിച്ച് മറിഞ്ഞു കിടക്കുക. ഇവനെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? ഇസ്ലാം. ഇസ്ലാം മാത്രം. ഇസ്ലാം രക്ഷിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തെ മുഴുവൻ പൗരനും ജീവിതത്തിൽ കള്ളിന് നേരെ തിരിഞ്ഞു നോക്കാത്തൊരനുഭവം ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിനുണ്ട്. ഇസ്ലാം ഉണ്ടാക്കി, ദൈവവിശ്വാസം ഉണ്ടാക്കി, മതമുണ്ടാക്കി. നിങ്ങൾക്കറിയോ, പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മദ്യപിക്കുന്നത് പൊന്നാനിയിലാണ്. 84 പള്ളിയുണ്ട് കൂട്ടരെ അവിടെ. 84 പള്ളി, 2 എണ്ണം മുജാഹിദുകളെ കയ്യിൽ, ഒന്ന് ജമാഅത്തിന്റെ ഒന്ന് മുജാഹിദിന്റെ. അതുകൊണ്ട് എന്ത് കഴിയും? ബാക്കി മുഴുവൻ AP സുന്നിയുടെ കയ്യിൽ. ഒരു നാട് നന്നാക്കാൻ നടക്കുക. കള്ളുടിയന്മാരില് മഹാഭൂരിപക്ഷവും ആ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടയിച്ചതാണ്. എന്തേ അങ്ങനെ? മുസ്ലിങ്ങളിലെ കുറ്റവാളികളെ ഏറ്റവും കൂടുതൽ അറബി ഭാഷയിലെ കുത്തുബ പറയുന്ന പള്ളിയുടെ ചുറ്റട്ടത്ത് ജീവിക്കുന്നവല്ല. എന്തേ അങ്ങനെ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. വസ്തുതാത. നിങ്ങളുടെ മുജാഹിദിനെയും സുന്നിനെയും ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളെ ഇങ്ങനെ എടുത്തിട്ട് ആ ടീമിന് ഇങ്ങനെ ഒരു സർവേ നടത്തി നോക്ക്. കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കുറവ് മുജാഹിദുകളായിരിക്കും, ഞങ്ങളായിരിക്കും. കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാനവികത നടത്തുന്ന ഉസ്താദിന്റെ അനുയായികളായിരിക്കും. ക്ഷമിക്കണം. വസ്തുതകളെ വസ്തുതകളായി പറഞ്ഞ് നിങ്ങൾ തട്ടിയാലും നിങ്ങൾ കൊന്നാലും. ഇനിയിപ്പം നാളെ ചേകന്നൂരിനെ പോലെ എൻ്റെ മുടി ഒരു മണ്ണിൽ, ബെർലൊരു മണ്ണിൽ, തലൊരു മണ്ണിൽ, അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയാലും ഈ വർത്തമാനം നിങ്ങൾക്കെതിരെയുള്ള പട നയിക്കൽ ഇസ്ലാഹി പ്രസ്ഥാനം നിർത്തില്ല. മനസ്സിലായോ? തോക്കും വടിയൊന്നും കാണിക്കല്ലേ. തോക്കും വടി മരണത്തോടുകൂടി തുടങ്ങുന്ന സുന്ദര ജീവിതം കാത്തിക്കുക നിങ്ങള്. പിന്നല്ലേ നിങ്ങളെ തോക്ക്, നിങ്ങളെ പിച്ചാത്തി, നിങ്ങളെ കത്തി, നിങ്ങളെ വടിവാള്, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത്. കൊല്ല മിനിമം. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വെട്ടി നുറുക്കി ഇനി പൊയിങ്ങി തിന്നേ, അല്ലെങ്കിൽ മയ്യത്ത് വിറ്റ് കായ് ഉണ്ടാക്കുന്നവനാണല്ലോ. വിറ്റോടി വിറ്റോടി ഭീഷണിയോടൊന്നും കാര്യമില്ല. നിങ്ങളെ നാട് എന്നാണോ മല് എന്നാണോ? അതിനൊറ്റ വഴിയുള്ളൂ, ഒറ്റ വഴിയുള്ളൂ. ഞാനിത് വെറുതെ പറയണോ? എന്താ ടൈഗർ സുന്നി? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ടൈഗർ സുന്നി എന്താ? ജംഇയ്യത്തുൽ ഇഹ്സാനി എന്താ? ചേകന്നൂർ മൗലിയ മുഖ്യ ആ ജംഇയ്യത്തുൽ ഇഹ്സാനിയുടെ നേതൃത്വത്തിലുള്ളത് സഖാഫിമാരാ, മദനിമാരല്ല, സെലഫികളല്ല, ഇസ്ലാഹികളല്ല. അല്ല, ആരാ? മുത്തലിബ് സഖാഫി. കണ്ണൂര് ഫിത്തനുണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത മായിദനിയും തടിയന്റെ അവിടെ നസീറുമായി ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി ബന്ധം പുലർത്തിയ മുത്തലിബ് സഖാഫിയാരാ? മർക്കസു സഖാഫത്ത് സുന്നി എന്നല്ലേ സഖാഫി പെട്ടോ? മദീനത്തുൽ ഉലൂം എന്നല്ല. അല്ല അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കി, ഞങ്ങളിവിടെ അനൈക്യമുണ്ടാക്കി, ഞങ്ങളിവിടെ തീവ്രവാദം ചെയ്തു. ഇനിയോ ടൈഗർ സുന്നിയുമായി തടിയന്റെ അവിടെ നസീറിന് ബന്ധം. രേഖയാ എന്റെ കയ്യിൽ വെച്ചുകൊണ്ടാ പറയുന്നത്. രേഖ. തടിയന്റെ അവിടെ നസീറിന് ടൈഗർ സുന്നിയുമായി ബന്ധം. ടൈഗർ സുന്നിയിലെ AP സുന്നികൾക്ക് ക്ലാസ് എടുത്തത് തടിയന്റെ അവിടെ നസീർ, ഞങ്ങൾക്കല്ല. നിങ്ങൾ മാനവികത പറയുന്നില്ലേ? നിങ്ങൾ മനുഷ്യരോട് സമാധാനം അറിയുന്നില്ലേ? ശാന്തി പറയുന്നില്ലേ? അവകാശമുണ്ടോ? 5 BJP പ്രവർത്തകരെ കൊന്ന ഈ ജംഇയ്യത്തുൽ ഇഹ്സാനിയെ നയിക്കുന്ന നിങ്ങൾക്ക്, മതിലകം കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുസ്ലിയാരെ നയിച്ച നിങ്ങൾക്ക് മാനവികത പറയാൻ അവകാശമുണ്ടോ? ഉണ്ടോ? മാനവികത പറയാൻ ഉണ്ടോ? ഇല്ല. തീർന്നില്ല. എന്തെന്ത് കാര്യങ്ങൾ? സഫാസ്. ആരാ സഫാസ്? കണ്ണൂർ സിറ്റിയിലെ പള്ളിക്ക് ആക്രമിക്കാൻ AP സുന്നികളുടെ കൂടെ മുജാഹിദുകളുടെ പള്ളി ആക്രമിക്കാൻ വന്ന സഫാസ് വിയൂർ ജയിലിൽ കഴിയാൻ. മുജാഹിദിന്റെ സെക്രട്ടറി അല്ല. ഇസ്ലാം ശരിക്ക് സ്വീകരിച്ച ഒരു ജയിലിലും ഒരൊറ്റ മുസ്ലിം ഉണ്ടാവില്ല.
എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് തന്നെ ജയിലാണോ? ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോവാ? ഞങ്ങൾക്ക് കഴിയില്ല. അതിന് മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യരുടെ കൂടെ നിന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ട കാലം മുതലൊന്ന് ആലോചിച്ചേ. ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചൊരു മുസ്ലിം സംഘടന ഏതാ? ഞാൻ പറയണ്ട, അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള പൗരോഹിത്യത്തിനത് അറിയില്ല. പക്ഷെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്രം അറിയോ? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് അറിയോ? പൂക്കോട്ടൂരും അതുപോലെ തന്നെ വെള്ളുവനാട് താലൂക്കുമൊക്കെ ഉൾക്കൊള്ളുന്ന ഈ കേരളം ഉണ്ടല്ലോ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കാലം അന്ന് അറിയോ? മുജാഹിദ് പ്രസ്ഥാനം എന്താണ്? ബ്രിട്ടീഷുകാർ വഹാബി മൂവ്മെന്റ് എന്ന് വിളിച്ച ആ പ്രസ്ഥാനം അറിയോ? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ആവിഷ്കരിച്ചതിനെതിരെ പ്രൗഢമായി പടനയിച്ച സലഫി പ്രസ്ഥാനത്തെ അറിയോ നിങ്ങൾക്ക്? ഇർവിൻ പ്രഭു ഡൽഹിയിൽ വെച്ച് ബോംബിട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നപ്പോ ആ ഇർവിൻ പ്രഭുവിനെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പ്രാർത്ഥിച്ചവരാണ് സമസ്തയുടെ നേതാക്കന്മാർ. അന്ന് ഇല്ലാത്ത പക്ഷേ ഈ സമസ്തയുടെ പൂർവ്വകാല നേതാക്കന്മാർ. അന്ന് മുജാഹിദുകൾ എവിടെ? ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടല്ല. അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപമായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞതെന്താ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയി ഇന്ത്യക്കാരനെന്ന കറുത്ത മനുഷ്യർ ഈ രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ലാത്ത എന്ന വിഗ്രഹം പോയി മനാത്ത എന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് തുല്യാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരാളും പങ്കെടുക്കരുത്. RSSകാരും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ നമ്മുടെ ഖാദിയാനികളിലെ അവർ മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നത്. മുജാഹിദ് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പൂക്കോട്ടൂർ ഇവിടെ പറഞ്ഞതായി കേട്ടു. മിസ്റ്റർ, ഇന്ത്യയുടെ ചരിത്രം അറിയുമോ? ഇന്ത്യയുടെ ചരിത്രം ആരാ വഹാബി മൂവ്മെന്റ് എന്നറിയുമോ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കേരളത്തിന് മറക്കാനാവോ? സ്വന്തം പ്രസ് വിറ്റ് കൈമാറിക്കൊടുത്ത് ബ്രിട്ടീഷുകാരനെതിരെ തൂലിക ജലിപ്പിക്കാൻ അവസരം കൊടുത്ത, സ്വന്തം വീടും കിടപ്പാടവും വിട്ട് പ്രസ് നടത്തിയ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ അറിയോ നിനക്ക്? വീരേന്ദ്രകുമാറിനോട് ചോദിക്ക്. മാതൃഭൂമിയുടെ എഡിറ്ററായി ജീവിക്കുന്ന അതിന്റെ ഇൻചാർജുള്ള വീരേന്ദ്രകുമാറിനെ പോലെയുള്ള ആളുകളുടെ കത്തിൽ വക്കം അബ്ദുൽ ഖാദറിന്റെ കത്തുണ്ട്. ആരാ വക്കം അബ്ദുൽ ഖാദർ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയോ നിനക്ക്? ക്ലാസ്സിൽ സ്കൂളിൽ ഹിസ്റ്ററി പഠിപ്പിക്കുന്നിടത്ത്, ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവിന്റെ പേരുണ്ട്, ഈ മൊയ്ദ് മൗലവിയുടെ പേരുണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരുണ്ട്, അഖിലേന്ത്യാ തലത്തിൽ അബുൽ കലാം ആസാദിന്റെ പേരുണ്ട്, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരോടൊന്ന് ചോദിച്ചേ, നിങ്ങളുടെ നേതാവ് സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തൊരു പേര് എഴുതിയെന്ന്? ഒറ്റക്കൂട്ടിയില്ല, വട്ടപൂജ്യം, ബിഗ് സീറോ. മനസ്സിലായോ? മുജാഹിദ് പ്രസ്ഥാനം സ്വാതന്ത്ര്യം നയിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബമ്പർമാർ അടക്കമുള്ള 41 കോടി മനുഷ്യർ നെഞ്ചുപിരിച്ചു കിട്ടിയ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മണ്ണിൽ, അഥവാ സമസ്ത ഇവിടെ പ്രസംഗിക്കണ്ടല്ലോ. ഇനി ഏറ്റവും രസം എന്താ അറിയോ? ഞങ്ങൾ നിങ്ങൾക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ പടനയിക്കുന്നത്. സ്റ്റേജിൽ ആലോചിക്കണം. ഈ ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യം വരുന്നു. ഈ ജനുവരി 26 റിപ്പബ്ലിക്കൻ രാജ്യമായി മാറിയത് സൂര്യൻ സ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ഇന്ത്യ പടപൊരുതി നേടിയ ആ സ്വാതന്ത്ര്യത്തിന്റെ പങ്കാളികൾ മുജാഹിദുകൾ. ആ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേജ് ഇവിടെ ആരും കയ്യേറുന്നില്ല. സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മുജാഹിദുകൾക്ക് അതിനെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത പണ്ട് അതല്ലേ ഇവിടെ? അല്ലേ? വസ്തുതകളെ വസ്തുതകളായി വിലയിരുത്ത്, കാര്യങ്ങളെ കാര്യബോധത്തോടെ വിലയിരുത്ത്. ദേഷ്യം പിടിക്കണുണ്ടോ നിങ്ങൾക്ക്? സത്യം വിളിച്ചു പറയുമ്പോ, സത്യം സത്യമായി വിലയിരുത്തിയിട്ട് പറയുമ്പോ, മനുഷ്യരോടുള്ള സ്നേഹമല്ലാതെ, വസ്തുതകളോടുള്ള സ്നേഹമല്ലാതെ യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് സഹോദരങ്ങളെ, ലോകം ശാന്തമാകാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല. മുഹമ്മദ് നബിയാണ് എല്ലാറ്റിനും കാരണം, ഖുർആനാണ് എല്ലാറ്റിനും കാരണം. ആയിക്കോളൂ, വിരോധമൊന്നുമില്ല. ശശികല ടീച്ചറോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പെണ്ണാണ് എന്ന് മറന്നു പോകരുത് എന്ന് മാത്രമാണ്. ഒരു പെണ്ണ് എപ്പോഴും കാരുണ്യത്തിന്റെ മൂർത്തി രൂപമാണ്, രൗദ്രഭാവത്തിന്റെ രൂപമല്ല പെണ്ണ്. ഭാരതത്തിന് പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പം പോലും എന്താ?
എന്താ? ആണിനേക്കാൾ വികാരം, ആണിനേക്കാൾ പിന്നെ ത്രില്ല് പെണ്ണിന് പാടില്ല. പെണ്ണ് കുഞ്ഞിന് പാലൂട്ടുന്ന കാരുണ്യത്തിന്റെ പ്രതിരൂപമാണ്. കാളസർപ്പത്തിന്റെ രൂപമല്ല പെണ്ണിന്. അത് മുസ്ലിം പെണ്ണായാലും ഹിന്ദു പെണ്ണായാലും പാടില്ല. അടക്കം വേണം പെണ്ണിന്. മനസ്സിലായില്ലേ? സ്ത്രീകൾ ആലോചിച്ചേ, നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പിതാരക്ഷിതി കൗമാരേ ഭർത്താരക്ഷിതി യൗവനേ പുത്രോരക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി എങ്ങനെ? പെണ്ണിന്റെ കുടുംബത്തിന്റെ കെടാവളക്കാണ്. പെണ്ണ് പേടിപ്പെടുത്തുന്ന രൂപമല്ല. ഒരു ടീമിനെ മുഴുവനും ഭീകരവാദികളും. ഇനി ഞാൻ വളരെ തുറന്നു പറയണം, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സർക്കാർ നൽകുന്ന ഏത് നല്ല ആനുകൂല്യവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന. ഹിന്ദുക്കളുടെ ആനുകൂല്യം കുറയുന്നു, ഹിന്ദുക്കൾ ഇവിടെ അടിച്ചമർത്തപ്പെടുന്നു, അതൊക്കെ പ്രസംഗിക്കാൻ പറ്റും. കൂട്ടത്തിലുള്ള തരക്കടിലിട്ട് നിങ്ങൾ ഉഷാറാ ടീച്ചറെ എന്ന് പറയാൻ പറ്റും. പക്ഷേ വിലമതിക്കുന്നവരും വിലയിരുത്തുന്നവരും, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നിങ്ങൾ എന്നെ ആലോചിച്ചു, ഒരു പള്ളി പ്രശ്നമോ ഒരു ക്ഷേത്ര പ്രശ്നമോ ഒരു ബാബരി മസ്ജിദ് പ്രശ്നമൊക്കെ ഉണ്ടായാൽ ഇന്ത്യയിൽ എത്ര പേര് അതിനോടൊപ്പം ഉണ്ട്? കുറഞ്ഞ ആളുകളല്ലേ ഉള്ളത്. മുസ്ലിങ്ങളെല്ലാവരും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചേ, മാറാടും പൂനാടും ഒക്കെ കലാപുണ്ടായതിനെ മുസ്ലിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഇവിടെ വന്ന് അതിനെതിരെ പ്രസംഗിക്കുകയത് അല്ലേ? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? തിന്മയെ എതിർക്കുന്ന ഭൂരിപക്ഷത്തിന്റെ കൂട്ടായ്മ. നമ്മളൊന്നല്ലേ? എല്ലാ ടീമിലൂടെ കുറ്റവാളികളെ കുറിച്ച് എല്ലാരും കൂടി ഓല മൂലക്കാക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഹിന്ദുക്കളിൽ അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ഓലോട് എന്ത് ചെയ്യുക? ഹിന്ദു ഭൂരിപക്ഷം പറയാ, ഞങ്ങളായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളില്ല. അതിനുള്ള ഒരു ധൈര്യം ഹിന്ദുക്കൾക്ക് ഉണ്ടാവും. മുസ്ലിങ്ങൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, കാശ്മീരിൽ പോയി മരിച്ച മകനെ എനിക്ക് കാണണ്ടെന്നൊരു ഉമ്മ പറഞ്ഞു. മറിച്ച് മറുഭാഗത്ത് ആര് പറഞ്ഞു? ഇത് മനസ്സിലാക്കാൻ പറയാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ വിലയിരുത്തി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനീതിക്ക് കൂട്ടു നിൽക്കില്ല ഈ മതം. ഈ മതത്തിന്റെ അധ്യാപനങ്ങൾ എങ്ങനെയാണ്? ഈ മതം പഠിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒന്നായി അല്ലേ, സ്നേഹം പകരുന്ന ആളുകളായി. ശരിക്കതല്ലേ ഉണ്ടാവേണ്ടത്? ഞാൻ പലപ്പോഴും എനിക്ക് ഒരു സമയത്ത് ഈ ശശികല ടീച്ചർക്ക് ന്യായമായൊരു മറുപടി പറയേണ്ടി വന്നു ഒരു സ്ഥലത്ത്. ഞാൻ ടീച്ചറോട്, ടീച്ചറെ നിങ്ങളൊരു അമ്മയാവേണ്ടവരല്ലേ, ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ മുസ്ലിം കുട്ടികളോട് നിങ്ങളെ വികാരം എന്താണ്? അവർ നിങ്ങൾ പേടിക്കില്ലേ? ഒരമ്മ എന്ന വികാരത്തിൽ ടീച്ചറേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മടിയിലേക്ക് വന്നിരിക്കേണ്ട പിഞ്ചു പൈതങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ളത് എന്താണ്? അതുകൊണ്ട് എന്ത് നേട്ടം എന്ന് ഞാൻ ആ നാട്ടിൽ പ്രസംഗിച്ചു. അവിടുത്തെ ഹിന്ദുക്കളും ഇത് മനസ്സിലാക്കി. ഞാൻ പറയുന്നത്, നമുക്ക് ഭീകരവാദി പെണ്ണിനെ വേണ്ട, ഭീകരവാദി മുസ്ലിം പെണ്ണിനെ വേണ്ട, ഭീകരവാദി ഹിന്ദു പുരുഷനെ വേണ്ട, ഭീകരവാദി മുസ്ലിം പുരുഷനെ വേണ്ട. നമുക്ക് ഭീകരവാദികളെ വേണ്ട. അങ്ങനെ തീരുമാനിച്ചേളി, എല്ലാരും കൂടി അങ്ങനെ തീരുമാനിച്ചേളി. കള്ളുകുടിയന്മാരെ വേണ്ട. നിങ്ങൾ ആലോചിച്ചേ, ഹിന്ദു സമൂഹത്തിലെ കള്ളുകുടിയന്മാർ നല്ലതാണ് ചെയ്യുന്നത്, ആ കള്ളുകുടി തെറ്റല്ല ഹിന്ദുക്കൾക്ക് വാദമുണ്ടോ? മുസ്ലിങ്ങൾക്കിടയിലെ കള്ളുകുടിയന്മാർ ചെയ്യുന്നത് തെറ്റല്ലാന്ന് മുസ്ലിങ്ങൾക്ക് വാദമുണ്ടോ? ഹിന്ദു കുടിച്ചാലും മുസ്ലിം കുടിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരൻ കുടിച്ചാലും കള്ളാണ്, ദോഷമാണ്, കുഴപ്പമാണ്, കുടുംബത്തിൽ ഛിദ്രതയാണ്, ആക്സിഡന്റ് ഉണ്ടാകും. എങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പറ, കള്ളുകുടി ശരിയല്ല. അതുപോലെ പറ, ടാക്കൂറുകൾ നമുക്ക് വേണ്ട, ഉമാഭാരതി നമുക്ക് വേണ്ട, സിംഗാള് നമുക്ക് വേണ്ട, അതുപോലെ നമുക്ക് ബില്ലാദന്മാർ വേണ്ട, തീവ്രവാദികൾ വേണ്ട, അതുപോലെ കസബ് വേണ്ട, അജ്മൽ കസബ് വേണ്ട, നമുക്കൊന്നാകാം. അത് പറഞ്ഞൂടെ? ഒരു ബസ്സിൽ ഇങ്ങനെ കയറിയിട്ട് രണ്ടാള് കള്ളുപിടിച്ചു. ഒന്നൊരുത്തർ മുസ്ലിമാണ്, ഒന്നൊരുത്തർ ഹിന്ദുവാണ്. ഭയങ്കര തെറി, രണ്ടാള് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ടീം വിചാരിക്കുക, മുസ്ലിം കള്ളുടിയനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, മറ്റേ ഹിന്ദുക്കൾ വിചാരിക്കുക ഓനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അത് വേണ്ടെന്നാ പറഞ്ഞ് രണ്ട് കൂട്ടരും കൂടി ഇങ്ങോട്ട് എണീക്കുക സീറ്റിൽ നിന്ന്. എന്നിട്ട് ഹിന്ദുക്കളുടെ കള്ളുടിയനെ ഹിന്ദുക്കൾ കൂട്ടി ഇങ്ങ് പിടിക്കുക, മുസ്ലിങ്ങളെ കള്ളുടിയ മുസ്ലിങ്ങളും, നിങ്ങൾ രണ്ടാളും വരി, നിങ്ങൾ രണ്ടാളും നാടിന് ശബ ഇറങ്ങി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്തൊരു സുഖമുണ്ട്, എന്തൊരു സ്വസ്ഥത ഉണ്ട്, എന്തൊരു ശാന്തിയുണ്ട്. പക്ഷെ തയ്യാറല്ല വർഗീയത. എന്റെ പാർട്ടി എന്ത് തോന്നിയാസം ചെയ്താലും ഞാൻ അതിനെ ന്യായീകരിക്കും, അല്ലേ? നോക്കൂ, വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് 5-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുകയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശൂബൻ വകബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹ്. മനുഷ്യരെ,
നോക്കൂ നിങ്ങൾ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ജൈനരെ, ബൗദ്ധരെ എന്നല്ല, മനുഷ്യരെ. ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാ നിങ്ങൾ, ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങളാണ്. ഇന്നാബാക്കും വാഹിദ് ഇന്ന റബ്ബുക്കും വാഹിദ്, മുഹമ്മദ് നബിയുടെ വാക്കാണ്. ഉറക്കത്ത് നിങ്ങനെ എഴുന്നേറ്റിട്ട് തന്റെ വിരിയിൽ കിടന്നുകൊണ്ട് കുല്ലുഹും ഇഖ്വാ, എന്റെ മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്, ഇതെല്ലാം സഹോദരങ്ങളാണ്. ബാലേട്ടാ നിങ്ങൾക്ക് സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവർക്കും സമാധാനം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. സമാധാനമാണ്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. 10-ാം അധ്യായം സൂറത്ത് യൂനസ് 25-ാമത്തെ വചനമാണ്. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. ആരാ അല്ലാഹ്? അതൊരു പഞ്ചായത്തിന്റെ ദൈവമല്ല, അതൊരു ഗ്രാമത്തിന്റെ ദൈവമല്ല, ലോകത്തിന്റെ തമ്പുരാൻ അല്ലാഹുല്ലദീ. അല്ലാഹ് എങ്ങനെയുള്ളവനാ? ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാ. 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചവനാ അല്ലാഹ് അല്ലേ? ആ അല്ലാഹനെ ലോകത്തിന് പരിചയപ്പെടുത്തുക. അതാണ് ആ അല്ലാഹനെ പരിചയപ്പെടുമെന്നുണ്ടാവുക. മൻസൂർ ഓതി വെച്ച ആയത്ത് പോലെ, അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവിനെ ഓർക്കുന്നത് വഴിയല്ലാതെ സമാധാനമില്ല. എനിക്ക് കണ്ണ് നൽകിയവനല്ല, എനിക്ക് കാത് നൽകിയവനല്ല, എനിക്ക് നെഞ്ചു നൽകിയവനല്ല, എന്റെ സെറിബ്രം ശരിപ്പെടുത്തിയവനല്ല, എന്റെ സെറിബെല്ലം സംവിധാനിച്ചവനല്ല, അണ്ടകടാകത്തെ സംവിധാനിച്ചവനല്ല, ഈ 14 ലോകങ്ങളെയും സംവിധാനിച്ചവനല്ല. അതെ, ആ അല്ലാഹു ആരാ? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. خلق السماوات بغير يمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. ഖുർആന്റെ വാക്ക് അല്ല. ആകാശത്തേക്കൊന്ന് നോക്ക് സുരേന്ദ്ര, ആകാശത്തേക്കൊന്ന് നോക്ക് ദമയന്തി. എന്താണ് ആകാശം? ആകാശത്തിന് തൂണുണ്ടോ? തൂണില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയവൻ, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ. തീർന്നില്ല, കാർമേഘ കീറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞു തന്നവൻ, ഭൂമിയിൽ വിശേഷപ്പെട്ട സസ്യങ്ങളെ മുളപ്പിച്ചവൻ. എന്നിട്ട് ഖുർആന്റെ ഒരു ചോദ്യം, ഹാദാ ഖൽഖുല്ലാഹ്. ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. അല്ലാഹുക്ക് പുറമെ ഞാൻ എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ സ്ക്വയറിലെ മുഴുവൻ ആളുകളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീരാമൻ സൃഷ്ടിച്ച വല്ല വസ്തു നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരൂ. ഇതാ ശ്രീരാമൻ സൃഷ്ടിച്ച പൂച്ച, കാണിക്കാൻ കഴിയൂ? മുഹമ്മദ് നബി സൃഷ്ടിച്ച ഈച്ച ഇതാ? ഇല്ല. അതുകൊണ്ടാ ഖുർആൻ ചോദിച്ചേ, ഹാദാ ഖൽഖുല്ലാഹ്. ഈ സൂര്യനും ചന്ദ്രനും അല്ലാഹുവിൻ്റെത്, ലോകത്തിന്റെ സൃഷ്ടാവിൻ്റെത്. കണ്ടോ? ഏകം സദ്ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവ്വലോകങ്ങൾക്കും സർവ്വഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും നാഥൻ, സൂര്യന്റെ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ ഗാലക്സികളുടെ കഠാറുകളുടെ കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങളുടെ, ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളുടെ, ആകാശവിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ, അങ്ങനെ അനന്തകോടി പരകോടി ജീവജാലങ്ങളുടെ അജയ്യനായ തമ്പുരാൻ നമ്മുടെ അല്ലാഹ്, നമ്മുടെ സൃഷ്ടാവ്, ലോകത്തിന്റെ തമ്പുരാൻ. ആ തമ്പുരാനെ മനുഷ്യൻ അറിയുമ്പോൾ അവൻ ഒറ്റക്കല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന്റെ അടിമയാ ഞാൻ. എനിക്ക് എന്തിനാ സ്വസ്ഥത? നോക്കിയേ, 13 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള സൂര്യനെയാ അല്ലാഹ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള 10 ഇരട്ടി 13 ലക്ഷം. ആലോചിച്ചേ, 13 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള നക്ഷത്രണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹ്ക്ക് ഇത്തിരി പോന്ന ഹൃദയമുള്ള മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലാന്നോ? ആ അള്ളാഹിനോട് പറ. നെഞ്ച് നൽകിയ, ഹൃദയം നൽകിയ, ജീവിതം മുഴുവനും സംവിധാനിച്ച
അള്ളാഹിനോട് പറ നിന്റെ പ്രയാസം, അപ്പം നിനക്ക് സമാധാനം ഉണ്ടാവും. നിനക്കറിയോ, മുജാഹിദുകൾക്ക് അപാരമായ സമാധാനമാണ് ജീവിതത്തിൽ. അടിസ്ഥാനപരമായി അവർക്ക് പ്രശ്നമില്ലാന്നോ, അവർക്ക് ദുഃഖമില്ലാന്നോ, അവർക്ക് ആകുലതകളില്ലാന്നൊന്നല്ല. അതൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്കൊരു ശാന്തി അല്ലേ. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് മുജാഹിദ് സെന്ററിലേക്ക് ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ ഗൾഫിൽ എനിക്ക് നല്ല പരിചയമുള്ള ഒരു സഹോദരൻ, ഒരു മുജാഹിദ് സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞ് എന്നോട് പറഞ്ഞു, അള്ളാഹു എനിക്കൊരു അനുഗ്രഹം തന്നു കഴിഞ്ഞ കുറച്ച് മുമ്പ്, നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വളരെ കൗതുകത്തോടെ, അള്ളാഹു എനിക്കൊരു അനുഗ്രഹം തന്നു, നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചെന്താ? ഒന്നുമില്ല, എൻ്റെ മോള് വെള്ളത്തിൽ വീണ് മരിച്ചു, അങ്ങനെ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു. ഇത് മുസ്ലിമിനല്ലാതെ, മുസ്ലിങ്ങളിൽ മുജാഹിദിനല്ലാതെ വേറൊരാൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഉറച്ചു പറയുന്നു, ഒരു AP സുന്നിക്ക് പറയാൻ കഴിയില്ല. AP സുന്നിക്ക് എന്താ അറിയോ, ഇവിടുന്ന് മൂക്ക് വയറ്റുന്നു പോയാൽ മതി, പിന്നെ ആ കുടുംബത്തിൽ എല്ലാവർക്കും വയറ്റുന്നു. ഏത് തങ്ങളിരുത്താടാ പോവുക? ഒരു പനി എന്നാ മതി, 1 മണിക്കൂർ നീളുമ്പോഴേക്ക് മൊയ്ലിയാമാർക്ക് ഓർമ്മ വരിക അറിയോ? പടപ്പുകളെ എല്ലാവർക്കും പടച്ചോനെ ഓർക്കൽ കുറവാ. പടച്ച തമ്പുരാനെ ഓർത്ത് പടച്ചോനെ ഏൽപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടോ? അതുമില്ലേ. അള്ളാന്റെ ചോദ്യം തന്നെ എന്താ അറിയോ? അലൈസല്ലാഹു ബികാഫിൻ നബ്ദഹു, അവനവന്റെ റബ്ബ് പോരെ, അല്ല പോരെ, ആ അള്ളാനെ പോരെ ഓനെ എന്ന് അള്ളാഹുലേക്ക്. ഇനി ഒരു മുസ്ലിമിനുള്ള ശാന്തി എന്താ ജീവിതത്തിൽ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, 13-ാം അധ്യായം 28-ാമത്തെ വചനം. അറിയുക, അള്ളാനെ ഓർക്കുക വഴിയല്ലാതെ. അതെന്താ ഓർമ്മ? ആ ഓർമ്മകളിൽ ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അള്ളാനെ ധാരാളമായി ഓർക്കുക. ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്ന എന്റെ നാഥനോട് പറ, മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട് പറ, അവനെ നീ ഓർക്ക്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, അവനോട് നന്ദികേട് കാണിക്കല്ലേ. അങ്ങനെ അള്ളാനെ ധാരാളമായി ഓർക്കും. അതിന് ചരിത്രത്തിൽ ഒരു ഉദാഹരണം പറയാം. വെള്ളത്തോൾ നാരായണ മേനോൻ അള്ളാഹു എന്ന് പറഞ്ഞൊരു കവിത എഴുതി. അത് എഴുതാൻ വെള്ളത്തോൾ നാരായണ പ്രേരിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവമാണ്. എന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു യാത്രയിൽ ഒരു കുന്നിൻ ചെരുവിൽ ടെന്റ് കെട്ടി തമ്പടിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ, അതിന്റെ തണലിൽ കിടക്കുകയാണ് പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വാള്, അത് അറബികളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി, ആ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. എവിടെ? ആ മരത്തിന്റെ കൊമ്പില് തൂക്കിയിട്ടു. ഒരു ശത്രു വന്നിട്ട് ആ വാളെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഇങ്ങനെ കുത്തിവെച്ച് ഉണർത്തിയിട്ട് ചോദിച്ചു, മുഹമ്മദ്, നിന്നെ ആരാ രക്ഷപ്പെടുത്തുക എന്ന് ചോദിച്ചു. ശരിക്കും മുസ്ലിങ്ങളൊന്നും മനസ്സിലാക്കി എന്താ ശരിക്കും മുഹമ്മദ് നബി ആരായിരുന്നു, ഏത് ആരാ നിന്നെ രക്ഷപ്പെടുത്തുക? സുനാമി ഉണ്ടായി. അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും. സുനാമി ഉണ്ടായപ്പോ ഒരു വഞ്ചി മറിഞ്ഞു, തോണി മാലിദ്വീപിൽ. അതിൽ 4 ആള്, ഒരാള് മുജാഹിദാണ്, 3 ആള് സുന്നികളും. അതായത് നമ്മുടെ നാട്ടിലെ സമസ്ത, അതാ നല്ല സുന്നി എന്ന് പറഞ്ഞാൽ മുജാഹിദാണ്. ഇവിടെ സുന്നികളും ആ പേരിൽ അറിയപ്പെട്ടുകൊണ്ടേ നമ്മളത് പറയാത്തത്. അല്ലാതെ നമ്മുടെ സെന്ററിന് സുന്നി സെന്റർ, ഞങ്ങളാണ് യഥാർത്ഥ സുന്നികൾ. നിങ്ങളുടെ സുന്നിയല്ല, ചന്നികളാ. അത് വേറെ വിഷയം, നമുക്ക് വേറെ പറയാം. പക്ഷെ ഇവിടെ വളരെ ഗൗരവമായിട്ട് ആലോചിക്കും. 3 ആൾക്കാര് ഈ തോണി മറിഞ്ഞപ്പോ അതിന്റെ പുറത്തിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മൊയ്തീൻ ഷെയ്ഖേ കാക്കണേ. അപ്പൊ മുജാഹിദായോ പറഞ്ഞ, അല്ല എങ്ങായി ഈ മക്കാ മുശ്രിക്ക് വെള്ളത്തിൽ മുങ്ങി കുളുകുളു എന്ന് അറിയുമ്പോ അള്ളാനെ മാത്രം വിളിച്ചെന്ന് അള്ള പറയുന്നത്. അപ്പൊ മക്കാ മുശ്രിക്കിനേക്കാൾ അപ്പുറത്തല്ലേ ഈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ പോലും പടച്ചോനെ വിളിയില്ല. അപ്പോഴും മൊയ്തീൻ ഷെയ്ഖിനെ. എന്നാലേ കേട്ടോളി, അത് പറഞ്ഞ അത്രയും വെക്കുന്നു, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിട്ട്, വാള് കുത്തി വെച്ചിട്ട് ഒരാളുടെ ചോദ്യം, നിന്നെ ആരാ രക്ഷപ്പെടുത്തുക? നബി സല്ലല്ലാഹു അലൈഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞില്ലടോ ഖുറാഫി. അല്ലാഹ്, അതാ മുജാഹിദുകൾ പറയുന്നത്. ഇതിന് മുജാഹിദുകൾ പിഴച്ചോലും നിങ്ങൾ നല്ലോലും അല്ലേ? മുഹമ്മദ് നബി പഠിപ്പിച്ചാതാ, കഴുത്തിലേക്ക് വാളിങ്ങനെ കുത്തിവെച്ച് ആ വാൾ തലപ്പൊന്ന് പ്രസ് ചെയ്താൽ കഴുത്തിന്റെ കര കയറി പോകാൻ ഇരുതല മൂർച്ചയുള്ള വാള് കഴുത്തിൽ വെച്ചപ്പോഴും ഇബ്രാഹിം നബി രക്ഷപ്പെടുത്തുമെന്നല്ല, അല്ല അമ്പിയാക്കളും ഔലിയാക്കളും രക്ഷപ്പെടുത്തുമെന്നല്ല. ആകാശഭൂമികളുടെ തമ്പുരാൻ കുല്ലു ദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികുന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. 17-ാം അധ്യായം 57, 56, 57 വചനം.
അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച വലിയകൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ. അതാ ആ പ്രാർത്ഥന. അള്ളാന്റെ റസൂലിന്റെ കണ്ടത്തിന് കഴുത്തടക്കു വാള് കുത്തിവെച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞെന്താ? അവന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. ഏത്? വാള് കുത്തിവെച്ച ശത്രുവിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള ഒരു ഞെട്ടലുമില്ലാതെ അല്ലാ അല്ലാ അത് കേട്ട മാത്രയിലേ ആ വാള് കയ്യിന്ന് പറിച്ച് താഴോട്ട് വീണു. ദ്രുതഗതിയിൽ ഞൊടിയിടയിൽ പ്രവാചകൻ ആ വാള് കയ്യിലേന്തി കഴിച്ചു, നിന്നെ ആരാ രക്ഷിക്കാൻ, നിന്നെ ആരാ രക്ഷിക്കാൻ? അറബി പറഞ്ഞു, മുഹമ്മദേ നീ രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല നീ മുസ്ലിം ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ മുസ്ലിം ആകാൻ ഉദ്ദേശിക്കില്ല. എന്നിട്ട് അയാൾ പറയാൻ, ഞാൻ ഇനി മുസ്ലിങ്ങളെ ഉപദ്രവിക്കില്ല, ഞാൻ നിങ്ങളെയും ഇസ്ലാമിനെതിരെ ഒന്നിനും ഞാൻ പ്രവർത്തിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊയ്ക്കോ പൊയ്ക്കോ, നബിയെ കൊല്ലാൻ വാളോങ്ങിയ ശത്രുവിനോട് പോയിക്കോ, നിനക്കെതിരെ നടപടിയില്ല എന്ന ആ രംഗം വള്ളത്തോളം നാരായണമേനോന്റെ മനസ്സ് പതിച്ചു. അതുകൊണ്ട് വള്ളത്തോളം നാരായണമേനോൻ എന്ന ഹിന്ദു എഴുതി അള്ളാഹു എന്ന കവിത. ഇന്ന് മാഷ കയ്യ് കെട്ടിയ വിപ്ലവകാരി, എന്ത് വിപ്ലവല്ലേ, കയ്യെട്ടിയിട്ട് ഓടി ഒളിച്ച് ഓൻ പോയടുത്ത് പിന്നെ പുല്ലൊളിച്ചിട്ടില്ല. സത്യത്തിൽ അത് ദീനാന്നാ പറയണ. കയ്യെട്ടി ദീനിൽ ഓടല, നിസ്കാരത്തിന് ഓടല. നിസ്കരിച്ചിട്ട് ഞാൻ ഇബാദത്ത് ചെയ്ത് നിന്ന് ഓടി ഒളിക്കല അല്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്തു. ഞാനിത് ആ മാഷ കൈവെട്ടുക വഴി വമ്പിച്ചൊരു പുണ്യം ചെയ്തു. പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെയാ വരേണ്ടത്? ആ കൈ വെട്ടിയ വാളായിട്ട്, സാർ ഞാൻ നല്ലൊരു NDF, ഞാനേ നബീനെ ചീത്ത പറഞ്ഞു എന്റെ കഴുത്ത് വെട്ടി അല്ലെ കയ്യരിഞ്ഞിട്ടാ വരുന്നത്, എന്നെ ജയിലിടി സാർ. ഞാൻ ആണാ, മറ്റേതല്ല. PT ഉഷ 100 ഓടി നോക്കി, ഓന്റെ പെരത്തിയില്ല. അഞ്ചാതി നാട്ടലില്ലാത്ത ബീരു ആർക്കാടോ പിന്നെന്ന് വെട്ടാൻ കഴിയാത്ത? ഉറങ്ങിക്കിടക്കുന്നോര് അമ്മന്റെ കൂടെയും പെങ്ങളെ കൂടെയും ഓനെ പിടിച്ചലിച്ചിട്ട് 5 എണ്ണം കൂടി പറ്റി. ആണും പെണ്ണും കെട്ടോലല്ലേ അത്? ആണുങ്ങൾക്ക് പറ്റിയതാ. നേർക്ക് നേരെ വിളി, ശത്രുവിനെയും മിത്രത്തെയും വേർതിരിക്ക്. എന്നിട്ട് നേർക്ക് നേരെ വിളി ആണുങ്ങളെ പോലെ. അതില്ല. എന്നിട്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കൊട്ടേഷൻ പാർട്ടിന് അണിയിച്ചു, ആളുകൾ കൊടുത്തു വിട്ടും, കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും, അപ്പുറത്ത് ഇതാക്കി ഇപ്പുറത്ത് വെട്ടിയും. എന്തിനിത്? എന്തിന്? ഇസ്ലാമിന്റെ കാര്യമാണ്, അന്തസ്സായിട്ട് ചെയ്യും. എനിക്ക് ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? സന്തോഷല്ലേ ഉണ്ടാവേണ്ടത്? പിന്നെ നമുക്ക് ഒരു ദുഃഖം ഉണ്ടാവും. അതെന്താ? എനിക്കൊക്കെ ഉണ്ടാവുന്ന ദുഃഖം. അല്ലാഹുവേ, നിന്നെ അറിയാതെ പോയല്ലോ എന്റെ പ്രിയപ്പെട്ട ഭാസ്കരൻ. ആ ഒരു ദുഃഖം അതാ നബിക്കുണ്ടായത്. അല്ലാതെ ഓൻ ഹിന്ദു ആയതിന്റെ പേരിൽ ഓനോട് പല്ലുകരിക്കല്ല, ഓൻ മുസ്ലിം ആയതിന്റെ പേരിൽ പല്ലുകരിക്കല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും നേടിയില്ല. ഗുജറാത്ത് കലാപം നമുക്ക് എന്ത് നേടിത്തന്നു? പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞില്ലേ? എത്ര വിധവകളുടെ കരച്ചിൽ കേട്ടു നമ്മുടെ ബോംബെയിൽ, എത്ര വിധവകളുടെ കരച്ചിൽ കേട്ടു ഗുജറാത്തിൽ, എത്ര വിധവകളുടെ കരച്ചിൽ കേട്ടു പൂന്നാട്ട്, എത്ര വിധവകളുടെ കരച്ചിൽ കേട്ടു മാറാട്, എത്ര വിധവകളുടെ കരച്ചിൽ കേട്ടു വീഞ്ഞത്ത്, എത്ര ആളുകളുടെ കരച്ചിൽ കേട്ടു ഭീമാപ്പള്ളിയിൽ. എന്തിന് എന്തിന് എന്ത് നേടി മനുഷ്യരെ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. വെറുങ്ങലിച്ച് വെട്ടിനുറുക്കി ഗുജറാത്തിന്റെ മണ്ണിൽ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ട് ശരീരത്തിൽ ഇങ്ങനെ കൊടുവാളുകൊണ്ട് ഒടിവാളുകൊണ്ട് വെട്ടിയിട്ട് തുടങ്ങനെ മുറിഞ്ഞിട്ട് പൊക്കിളിൽ നിന്ന് ഒരു പോലീസുകാരൻ ഗുജറാത്തിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണ് പൂർണ്ണ നഗ്നയായിട്ട് ഇങ്ങനെ ചുമരിലേക്ക് ചാരി കിടക്കുകയാണ്. നല്ല തുടുത്ത ശരീരമുള്ള പെൺകുട്ടി പൂർണ്ണ നഗ്ന. നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കി. പോലീസുകാരൻ ചത്ത മയ്യത്തിന് നേരെ ചെല്ലുകയാണ് ഓന്റെ കാമാസക്തി തീർക്കാൻ. നിങ്ങൾ ആലോചിക്കണം, ഗുജറാത്തിൽ നടന്ന അങ്ങനെ അങ്ങോട്ട് കമന്നെടുക്കും. ഓന്റെ വിചാരം എന്താ അറിയോ? ഇത് ഡ്രസ്സ് മാത്രം ഊരപ്പെട്ട നല്ലൊരു പെൺകുട്ടിയാണ്. അവൻ ആ ബോഡി, ആ ചുമരമ്പ് പറ്റിക്കിടക്കുന്ന ബോഡി ഇങ്ങോട്ട് മറിച്ചിട്ടപ്പോൾ ബോധം കെട്ടുപോയി. എന്താ സംഭവം എന്നറിയോ? ഗർഭപാത്രം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഒരു 10 മാസം പ്രായമായ ഒരു കുഞ്ഞ് കാല് മാത്രം പൊക്കിൾക്കൊടിയിൽ ചുറ്റി പുറത്തേക്ക് ഇങ്ങനെ തുറച്ചു നിൽക്കുകയാണ്. ആരിത് ചെയ്തു? ആരായി നരനായാട്ട് ചെയ്തത്? ആരായത് ചെയ്തത്? ഏത് ഫാസിസമാണ്? ഏത് നാസിസമാണ്? ഏത് മതമാണിത്? ഇത് മതമല്ല മനുഷ്യരെ, ഇത് മനുഷ്യത്വമല്ല, ഇത് മാനവികതയല്ല. ഇത് മാനവികത. ഇതാണോ മാനവികത? മനുഷ്യരെ കൊന്നും ചുട്ടുപൊളിച്ചും അമ്മയുടെ കണ്ണുനീര് കണ്ണിൽ കണ്ടിട്ട് അതലിയാത്ത മനസ്സ്. എന്തിന് മുസൽമാനെ നിനക്ക്? നീ നിന്റെ നബിയെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ പ്രവാചകനെ പഠിച്ചിട്ടുണ്ടോ? നീ മുഹമ്മദ് നബിയെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ പഠിച്ചിട്ടുണ്ടോ? കേട്ടോ, മുഹമ്മദ് നബിയെ കുറിച്ച് ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് കരയേണ്ടി വന്നു. പലവരു മുഹമ്മദ് നബിയെ നീ പഠിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോവുക. സഹാബകളെ കൂടെയുണ്ട്. അവർ സ്ഥലത്ത്
തമ്പ് കെട്ടി, ടെന്റ് കെട്ടി നബി അവർ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ തായ്വരയിൽ, നല്ല തണുപ്പുള്ള കാലം, നല്ല തണുപ്പാ, അങ്ങനെ അവര് ഒരു സ്ഥലത്ത് തീയിട്ടു. എന്റെ പ്രിയപ്പെട്ട കൂത്തുപറമ്പിൽ എന്റെ ശ്രോതാക്കളോട്, ബൈലക്സിലൂടെ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നൂറുകണക്കിന് മനുഷ്യരോട്, നാളെ ഈ റെക്കോർഡിങ്ങിലൂടെ കാറിലും ഫ്ലാറ്റിലും LCD പ്രൊജക്ടറിലും പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നവരോട്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കി, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ വലകിന്ന അക്സറ الناس ലാ യഅലമൂൻ ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ലോകത്തിന് മുഴുവനുമുള്ള കാരുണ്യത്തിന്റെ പ്രതീകമായ അല്ലാഹുവിന്റെ റസൂൽ. 21-ാം അധ്യായം 107-ാമത്തെ വചനം, 34-ാം അധ്യായം 28-ാമത്തെ വചനം, അതേപോലെ ഖുർആനിലെ 5-ാം അധ്യായം 158-ാമത്തെ വചനം. ലോകർക്ക് മുഴുവനും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടോളി, അനുയായികൾ നല്ല തണുപ്പാ, അതുകൊണ്ട് അവരവിടെ എന്ത് ചെയ്തു? അവരവിടെ തീയിട്ടു. റസൂലുള്ള ഓടി വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളെ മനസ്സിലാക്കി ഓടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടി വരിക, ഓടി വന്നിട്ട് നബി ആ സ്ഥലം പരിശോധിച്ചു. അപ്പണ്ട് ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നു. നബി ചോദിച്ചു, ആരായത്? ഈ ഉറുമ്പുകളെ കണ്ടില്ലേ നിങ്ങള്? ഈ തീയണക്ക് കോപാകുലനായി നബിയുടെ കോപമുയർന്നു, നബിയുടെ ശബ്ദമുയർന്നു. നബി അവരോട് ചോദിച്ചു, ആരായത്? ഉറുമ്പിനെ കണ്ടില്ലേ? വേഗണക്കാ തീയുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നബി, നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ട് അത് അണപ്പിച്ചു. അതണപ്പിച്ചിട്ട് നബി അള്ളാഹനെ സ്തുതിച്ചു. കേട്ടോളി, അള്ളാഹനെ സ്തുതിച്ചു. എന്തിനെന്നറിയോ? ഒരു ഉറുമ്പും അഗ്നിക്ക് ഇരയായില്ല എന്നറിഞ്ഞിട്ട് പ്രവാചകൻ അള്ളാഹനെ സ്തുതിച്ചു. ഇനി ആലോചിച്ചേ, ഉറുമ്പിനേക്കാളും മൂല്യവത്തായ മനുഷ്യനെ കരിങ്കല്ലെറിയുന്ന മാനവികത ഉണർത്തുന്നവരോട് നിങ്ങൾ നബിയെ പഠിച്ചിട്ടുണ്ടോ? നബീന്റെ പേരിൽ നിങ്ങൾ സലാത്തിൽ കായുണ്ടാക്കി, നിങ്ങൾക്ക് പരലോകത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്തിന്റെ പേരിലായിരിക്കും അറിയോ? അള്ളാഹുവിനെ റസൂലിനെ വിറ്റ് കായടിച്ചതിന്റെ പേരിൽ, പിട്ടടിച്ചതിന്റെ പേരിൽ. മുഹമ്മദ് നബിയെ ജീവിതത്തിൽ തൊണ്ടേന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാത്ത വല്ല വർഗവും ഉണ്ടെങ്കിൽ അത് സമസ്തയാണ്. നിങ്ങൾ ആരും വിചാരിക്കണ്ട മുജാഹിദുകൾക്ക് നബീനോട് സ്നേഹമുള്ളൂ. ഉണ്ടെങ്കിൽ മനുഷ്യവർഗത്തിൽ സാക്ഷാൽ സ്നേഹം. നബി പഠിപ്പിച്ചിടത്ത് നിൽക്കുക, ഒരു സൂചിപ്പൊട്ട് കൂട്ടാതെ, ഒരു സൂചിപ്പൊട്ട് കുറയ്ക്കാതെ നബി അംഗീകരിച്ച മുജാഹിദുകൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വല്ലതും? റസൂലുള്ള ഏത് ഒരു ഉറുമ്പ്, ആ ഉറുമ്പിന് കേടുവരരുത്, അത് പഠിപ്പിച്ച മുഹമ്മദ് നബിന്റെ അനുയായികൾ. മുസ്ലിങ്ങളെ തമ്മിൽ തല്ലുക, മഹല്ല് പിളർക്കുക, കൊല്ലുക, അത് ചെയ്യുക. ആര് ചെയ്താലും, ഏത് സമൂഹം ചെയ്താലും, ഞാൻ പറഞ്ഞല്ലോ, ഇനി ഏത് സംഘടന ചെയ്താലും നബി പഠിപ്പിച്ചതല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. ഇനി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തട്ടമുണ്ടായിരുന്നു. നബി ഷോൾഡറിലും കഴുത്തിലും തലയിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തട്ടം. ആ തട്ടം മരുഭൂമിയിൽ അലക്കിയിട്ട് പ്രവാചകൻ ഇങ്ങനെ ഇട്ടു. നമസ്കാരത്തിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ തട്ടത്തിന് നേരെ വന്നപ്പോ ഒരു പൂച്ച ഉറങ്ങുകയാണ്. 18 മണിക്കൂർ ഉറങ്ങും ഒരു ദിവസം പൂച്ച. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഉറക്ക് പൂച്ചയുടേതാണെന്ന് മോഡേൺ സയൻസ്. പൂച്ച ഉറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, നബി അവിടെ വന്നു നിന്നു, നബിക്ക് ആ തട്ടെടുക്കണം, പക്ഷേ ഉറക്ക് ഭംഗം വരരുത്. ആരുടെ ഒരു പൂച്ചയുടെ ഉറക്കിന് ഭംഗം വരരുത്. എന്നിട്ട് പ്രവാചകൻ പൂച്ച കിടക്കാത്ത ഭാഗം കട്ട് ചെയ്തെടുത്തു. പൂച്ചയുടെ ഉറക്കിന് ഭംഗം വന്നില്ല. ഒരു പൂച്ച ഉറങ്ങുന്നത് പോലും ആ പൂച്ചക്ക് സ്വസ്ഥത, ആ പൂച്ചക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് വിശ്വസിച്ച റസൂലിന്റെ അനുയായികളെ അല്ലാഹു ഏറ്റവും ആദരിച്ച വലക്കത് കറംനാ ബനി ആദം, മനുഷ്യർ കിടക്കുന്ന വീടുകളിലേക്ക് കയറി ചെന്ന് പിച്ചാത്തി ഉപയോഗിച്ച്, കടാര ഉപയോഗിച്ച്, AK-47 ഉപയോഗിച്ച്, മാരകായുധം ഉപയോഗിച്ച്, സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച്, അതുപോലെ വടികൾ ഉപയോഗിച്ച് തല്ലി മനുഷ്യരെ കൊല്ലുന്നവരെ നിങ്ങളേത് മുഹമ്മദ് നബിയെ പഠിച്ചു? നിങ്ങളേത് മുഹമ്മദ് നബിയാണ് പഠിച്ചത്? നിങ്ങളേത് റസൂലിനെയാണ് ഉൾക്കൊണ്ടത്? നിങ്ങളേത് റസൂലിനെയാണ് ഉൾക്കൊണ്ടത്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നിടത്ത്, അനുയായികൾ ഇരിക്കുന്നിടത്ത്, ഒരു പെൺകുട്ടി ഒരു കൊല മുന്തിരിയുമായി വന്നു. ഒരു കൊല മുന്തിരി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ആ മുന്തിരി കൊടുത്തിട്ട് പറഞ്ഞു, എത്രയോ കാലത്തിന്റെ മോഹമാണ് എൻ്റെ ഈ മുന്തിരി അങ്ങൊന്ന് കഴിക്കുക എന്നത്. ഇത് കഴിക്കണം, അങ്ങ് കഴിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊരു മുന്തിരി എടുത്ത് വായിലിട്ട്, വീണ്ടും വീണ്ടും നബി മുന്തിരി എടുത്ത് വായിലിട്ട്
സഹാബത്ത് സ്തംഭിച്ചു നിന്നു. കാരണം എന്ത് ഭക്ഷണ പദാർത്ഥം ഹലാലായത് കിട്ടിയാലും നബി സഹാബത്തിനും കൂടി കൊടുത്തിരുന്നു, സഹാബികൾക്കും കൂടി കൊടുത്തിരുന്നു. ഇതാർക്കും കൊടുക്കാതെ റസൂലുള്ളാഹി തിന്നേണ്. എല്ലാ മുന്തിരിയും നബി എന്നെ തിന്നു, ആർക്കും കൊടുത്തില്ല. വല്ലാത്തൊരു സംഭവം സഹാബികൾക്ക്. നമുക്കൊരു സംഭവം അല്ല, നബിക്ക് കൊടുത്തല്ലേ, നബി തിന്നോട്ടെ എന്ന് വിചാരിക്കാവുന്നതേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്വഹാബികൾക്ക് വല്ലാത്ത ബേജാറ്. നബി ഞങ്ങൾക്ക് തന്നിരുന്നു, ഇത് തന്നില്ല, എന്തോ സംതിങ് പ്രശ്നമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി മുന്തിരി തിന്നു കഴിഞ്ഞപ്പോ സ്ത്രീയുടെ മുഖം സന്തോഷം കൊണ്ട് ഉഷാറായി, ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ മുന്തിരി റസൂലുള്ളാഹിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര സന്തോഷത്തിൽ അവർ മടങ്ങിപ്പോയി. ആലോചിക്കണേ, ഭയങ്കര സന്തോഷത്തിൽ അവർ മടങ്ങിപ്പോയി. അവർ മടങ്ങി ദൂരേക്ക് പോയപ്പോൾ സഹാബികൾ ചോദിച്ചു, അങ്ങൊന്നിന് ഇന്ന് എന്ത് പറ്റി? ഞങ്ങൾക്ക് കൂടെ തരുന്നതല്ലേ, എന്തേ ഞങ്ങൾക്ക് തരാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് സ്വഹാബികളെ തടവിക്കൊണ്ട് പറഞ്ഞു, അതോ അവിടെ എനിക്ക് തന്ന മുന്തിരിയിലെ ആദ്യത്തെ മുന്തിരി ഞാൻ എടുത്ത് വായിലിട്ടില്ലേ, അതിശക്തമായ പുളിയായിരുന്നു, ഭയങ്കര പുളി. എൻ്റെ മുഖത്ത് പോലും ഞാനത് പ്രകടിപ്പിച്ചില്ല. ഞാൻ അതിൽ ഓരോന്ന് തിന്നപ്പോഴും അതിനൊക്കെ പുളി. ഞാൻ ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ തന്നിരുന്നെങ്കിൽ നിങ്ങൾ വായിലിട്ട ഉടനെ പറയും, അല്ലാഹുവിന്റെ റസൂലിന് പുളിച്ച മുന്തിരി കൊണ്ട് പോവിടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് ആ പെണ്ണിന്റെ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ അത് താങ്ങാനുള്ള കരുത്തനിക്കില്ലെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ എവിടെ? നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെ നിങ്ങളുടെ റസൂൽ? ആ റസൂലിനെ അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി. ഒരു മുസ്ലിമിനെ പൂരത്തരി പറയേ, ഒരു മുസ്ലിമിനെ കൈകൊണ്ട് മർദ്ദിക്കേ, അല്ലേ? ആലോചിച്ചേ, ചിന്തിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവതായിരുന്നു. തീർന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ സുജൂദ് കിടക്കുകയാണ്, സുജൂദിൽ കിടക്കുകയാണ്. ആ സുജൂദ് കിടക്കുമ്പോൾ നബിയുടെ ഫാത്തിമ ബീവിയുടെ പൊന്നോമന മക്കൾ നബിയുടെ പെരടി കയറി ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് തന്നെ, ദീർഘമായ സുജൂദിൽ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഒരു സഹാബി തല ഉയർത്തി നോക്കി, നബിക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഒരാള് കയറിയിട്ട് നബിയുടെ പെരടിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തിൽ പോലും കാരുണ്യം കാണിച്ച റസൂല് തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വയസ്സായ സ്ത്രീ വിറക് കെട്ട് ചുമന്ന് ക്ഷീണിച്ചവരവിടെ ഇട്ടു. പല ചെറുപ്പക്കാരും അത് വഴി പോയി, മോനെ ഈ വിറകൊന്ന് എടുത്ത് താടാ എന്ന് പറഞ്ഞു. എല്ലാരും അവരെ അകറ്റി, പോതള്ളേറുന്നു. അങ്ങനെ റസൂലുള്ളാഹി അതുവഴി വരികയാണ്. അതുവഴി വരുമ്പോ മോനെ വിളിക്കേണ്ട താമസം. അങ്ങോട്ട് ചെന്നു, ആ വിറക് കെട്ട് സ്വന്തം ഷോൾഡറിൽ ചുമന്നു, തലയിൽ ചുമന്നു. ഉമ്മ നടന്നോളി, ഞാൻ വരാ കൂടെ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ വിറക് വെച്ച് തിരിച്ചു പോരുമ്പോ ഉമ്മ പറയാണ്, കേട്ടോളി മോനെ, നീ നല്ല മോനാ മോനെ, നിന്റെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഒരു പെരുങ്കള്ളം വന്നിട്ടുണ്ട് മോനെ, മുഹമ്മദ് മോനെ നീ അനുസരിക്കരുത് മോനെ, പിഴച്ചോനാ മോനെ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മ ഞാനാണ് ആ മുഹമ്മദ്, ഞാനാണ് മുഹമ്മദ് നബി. ആ നബിയെ സ്നേഹിക്കുന്നവരോട് ഇർഹമോ മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരുടെ കാരുണ്യം കാണിക്കും. ഒരു മുസ്ലിമിന്റെ പിച്ചാത്തി, ഒരു ഹിന്ദുവിന്റെ കുടുംബജീവിതം തകർക്കരുത്, ഒരു മുസ്ലിമിന്റെ കുടുംബജീവിതം തകർക്കരുത്. ഒരു മുസ്ലിം ആർക്കുള്ളതാ സ്വർഗം? ആർക്കുള്ളതാ സ്വർഗം? ആർക്കാ സ്വർഗം? അല്ലാഹ് പറയാ, ലാ യുരീദൂന, ഉദ്ദേശിക്കാത്തവർക്ക്, ഉലുവം ഫിൽ അർളി വലാ ഫസാദ, ഞാനെന്ന അഹങ്കാരവും അതോടൊപ്പം ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്തവർക്ക് ഞാൻ കാരണം. ഈ നാട്ടിലൊരു ഫസാദ് ഉണ്ടാകരുത്, ഞാൻ കാരണം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ പള്ളികളൊക്കെ അമുസ്ലിങ്ങളൊക്കെ വെറുക്കാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ആർക്കെതിരും പറയല്ല, അതിലൊന്ന് നബി പഠിപ്പിക്കാത്ത ചടങ്ങ് മനുഷ്യരുണ്ടാക്കിയപ്പോഴാണ്. ഇപ്പൊ ദിക്ർ ഹൽക്ക നബി പഠിപ്പിച്ചല്ല. അതുപോലെ നബിദിനം പള്ളിയിൽ നിന്ന് ഇങ്ങനെ തൊള്ളടുക രാവും പകലും മൈക്കിലൂടെ. ഇസ്ലാം പഠിപ്പിക്കാത്ത ചെയ്തപ്പോ ആ നാട്ടുകാർക്ക് ശല്യമായത്. നേരെ വിളിച്ച് 2 മിനിറ്റിലത്തെ ബാങ്ക് ഓർക്ക് എന്ത് വെറുപ്പാള്, മൈക്കില്ലാതെ ഫാത്തിഹ ഓതി ഖുൽ ഹുവല്ലാഹു ഓതും ഖുൽ ഔദു റബ്ബിന്നാസ് ഓതുന്നതിൽ ഹിന്ദുവിന് എന്താ തടസ്സോ? നേരെ മറിച്ച് മറ്റേ മൈക്കിൽ ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ പല്ല ഇല്ലല്ലാഹ്, ലാ നബിയ ഇല്ലല്ലാഹ്. ഇത് കണ്ടപ്പോൾ ഹിന്ദുക്കൾ വിചാരിച്ചെന്താ അറിയോ? ഹിന്ദു സമൂഹത്തിന് ഒറ്റൊന്നിനും ഇവിടെ ജീവിക്കാൻ പറ്റൂല.
ഓല് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഇവിടെ എന്തോ നടക്കുന്ന സത്യല്ലേ? ഇസ്ലാമിൽ ഇല്ലാത്ത നിങ്ങൾ കടത്തി കൂട്ടിയപ്പോ നല്ല മനുഷ്യർക്കും മണ്ണിൽ ജീവിക്കാൻ പറ്റാതായി. من أحدث في أمرنا هذا ما ليس منه فهو رد من عمل عملا ليس عليه أمرنا فهو رد كل أمتي يدخلون الجنة إلا من نبى قيل ومن نبى يا رسول الله ومن أطاعني دخل الجنة ومن عصاني فقد أبى. മുഹമ്മദ് നബിയുടെ 3 വചനങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം. എന്തായി പറഞ്ഞത്? എന്റെ ദീനിലില്ലാത്ത നിങ്ങൾ കടത്തി കൂട്ടല്ലേ. അങ്ങനെ കടത്തി കൂട്ടിയെ തള്ളപ്പെടണം. ഞങ്ങളും പറയണതാ. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ചേ, ഒരു മുജാഹിദ് പള്ളി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പറയാം. എന്നെ ഞങ്ങളിപ്പോൾ ദി ലൈറ്റ് അത് നടത്തുകയാണ്, ISI ദി ലൈറ്റ്. അതിന് പല സ്ഥലവും തെരഞ്ഞെടുന്നപ്പോ പല മുസ്ലിങ്ങൾ എടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെടുത്ത് ജമാഅത്തേരും പറഞ്ഞ ആദ്യം നിങ്ങളെ ജിന്നും സീറും തീരട്ടെ, എന്നിട്ട് മതി മരുഭൂമി മൈതാനം ഓല് വിട്ട്. അതിന്റെ അപ്പുറത്ത് AP സുന്നിക്കാരന് സ്ഥലമുണ്ട് കുറച്ച് കൂടുതൽ. ഓനോട് ഓനും പറഞ്ഞു പോയിക്കോടെ, നിങ്ങൾ പേച്ചോലാണ് പള്ളിയിൽ മൂത്രമൊഴിച്ച ചങ്ങായിന്റെ അനന്തരാവകാശികളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ചങ്ങായി, ആദമിന്റെ 2 ആൺകുട്ടികളിൽ ഒരാളെ കൊന്നു, അപ്പൊ നല്ല മനുഷ്യൻ മരിച്ചു, കൊലപാതകി ജീവിച്ചു, ഓന്റെ മക്കളെ അയ്യൊക്കെ നിന്ന് ലോകം കണ്ട വലിയൊരു കൊലയാളിന്റെ മക്കളല്ലേ പിന്നീടുള്ള ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒക്കെ. അത് ചിന്തിച്ചില്ല. ചിന്തിക്കണേ ഖുർആൻ വായിക്കണ്ടേ? അത് വായിച്ചില്ല. 5-ാം അധ്യായം 28 മുതൽ 32 വരെ വായിച്ചു നോക്ക്. അല്ലേ? ആലോചിച്ച് ഓനും വിട്ട്. പിന്നുള്ളത് ആ ഏരിയയിൽ ഒരു മടവൂരിന്റെ സ്ഥലം, ഓനും തന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ അവിടെ കയറിച്ചത്. അതിനെന്താ സാൽവേഷൻ, നല്ല കാര്യല്ലേ, നടത്തിക്കൊള്ളിയാണ് ഉണ്ടോ. എന്നിട്ട് ഓലൊക്കെ വന്ന് കണ്ടു. 1500 മുസ്ലിങ്ങൾ അവിടുത്തെ പിന്നെ ഇതിൽ എഴുതി. അതിലെന്താ അവർ എഴുതിയെന്ന, എന്റെ ജീവിതത്തിലെ ഒരു വല്ല അനുഭൂതിയാകുന്നു നിങ്ങളുടെ സാൽവേഷൻ. ഓരോന്നും നിങ്ങളുടെ ഈ ലൈറ്റ് ദി ലൈറ്റ് എന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു, എനിക്ക് ഇസ്ലാമാകണമെന്ന് തോന്നുന്നു എന്ന്. അന്ന് ജമാഅത്തെ ഇസ്ലാമി കായംകുളം സമ്മേളനത്തിന് വിളിച്ചത് എന്താ അറിയ നിങ്ങള്? ഫ്ലെക്സ് എക്സിബിഷൻ പരിഹസിച്ചു. മുസ്ലിങ്ങൾ വരെ അവിടെ വന്ന് മതം ഉൾക്കൊണ്ട് സമാധാനം ഉൾക്കൊണ്ട് തിരിച്ചു പോയതിനെ മുസ്ലിങ്ങളെ ഹിസ്ബിയത്ത് ഇങ്ങനെ പാടില്ലട്ടോ. നല്ലതിനെ നല്ലതായി കാണാനുള്ള ഒരു കഴിവെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇർഹമോ മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. തീർന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ ചെന്നു. ഞാൻ ഇത് മുസ്ലിങ്ങളോടാണ് ഇപ്പൊ പറയുന്നത്, അമുസ്ലിങ്ങൾക്ക് കേൾക്കാം. പക്ഷെ ഞാൻ ഇതിൽ മുസ്ലിങ്ങളെ പ്രത്യേകം ഫോക്കസ് ചെയ്യാണ് ഈ വർത്താനത്തിൽ. അതിനൊരു കാരണമുണ്ട്. തായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു. തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നപ്പോൾ എന്തുണ്ടായി? കല്ലെറിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നല്ല മനുഷ്യൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലേ, മഅ്സൂമായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ 10 ദിവസം ഒരു കല്ലെറിഞ്ഞ് ഓടി തകർന്ന് അദ്ദേഹത്തിന്റെ കാല് മണലുകൊണ്ട് ഷൂവണിഞ്ഞു. അത്ര രക്തം പുരണ്ട മുഖത്തു നിന്നും ശരീരത്തിൽ നിന്നും രക്തമൊലിച്ചു. അല്ലാഹുവേ, ഏതൊരു ജനതയുടെ വിമോചനത്തിന് വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്, അവരാൽ ഞാൻ കല്ലെറിയപ്പെട്ടു റബ്ബേ. അപ്പോ പർവ്വതങ്ങളുടെ മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, റസൂലേ, ഈ അക്രമികളെ നശിപ്പിക്കാൻ അള്ളാന്റെ ഓർഡർ, അങ്ങയുടെ പെർമിഷൻ എന്തു പറയുന്നു റസൂലേ? അങ്ങയുടെ അഭിപ്രായം എന്താ റസൂലേ? അങ്ങയുടെ ചിന്ത എന്താ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ നോക്കിയേ, 10 ദിവസം കല്ലെറിഞ്ഞ ഒരു ടീമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്താ? അല്ലാഹുമ്മ ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവരെന്നെ കല്ലെറിഞ്ഞ് അറിവില്ലാത്തതുകൊണ്ടാണ്, ഞാൻ അവരുടെ മോചകനാണ് എന്ന് അവർക്കറിയാത്തതുകൊണ്ടാണ്. എന്തിനാ AP സുന്നികളെ മുജാഹിദുകളെ കല്ലെറിഞ്ഞ്? AP സുന്നികളെ ഈ ഭൂമിയിൽ മുജാഹിദുകളെ പോലെ ഞങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു വിഭാഗവും ഇല്ല. അവരെ കാന്തപുരം പോലും അവരുടെ മുഖ്യ ശത്രുവാണ്. മത്സരയിൽ അങ്ങനെയാണ്. കാന്തപുരത്തിന് ഇങ്ങനെ കിട്ടിയ ചാപിട്ടി മുഖമൊക്കെ പത്തിരിയായിരിക്കുമല്ലോ AP സുന്നി. അവിടുന്ന് ഞാനല്ല പറയുന്നത്, ഖുർആൻ പറയാം, പേരോടും പറയുന്നുണ്ട്. പിന്തുടരപ്പെട്ട ആളുകൾ മഹ്ശറയിൽ വെച്ച് പറയും, അദാബ് കാണുമ്പോ പറയും, നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്നത് എന്തിനായിരുന്നു എന്ന് നേതാക്കൾ ചോദിക്കുന്ന ഒരു രംഗം ഖിയാമത്ത് നാളിൽ ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു.
ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷ കാണുമ്പോൾ പിന്തുടരപ്പെട്ട നേതാക്കന്മാര് ഒഴിഞ്ഞു മാറുകയാണ്, പിന്തുടർന്നവരിൽ നിന്നൊഴിഞ്ഞു മാറുകയാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. തമ്മിലുള്ള നേതാക്കളുടെയും അനുയായികളുടെയും ബന്ധം അവിടെ മുറിഞ്ഞുപോയി. നേതാക്കന്മാരെ ചവിട്ടിക്കൂട്ടുന്ന ഒരു ലോകം വരാനുണ്ട്. അന്ന് അവർ പറയുന്ന റബ്ബനാ ആതിൽ ളഫൈനി മിനൽ അദാബ്, അല്ലാ ഞങ്ങളുടെ ഉസ്താദിന് പേരോടിനെ വിടല്ലേ അല്ലാ. അന്ന് അവിടുന്ന് പറയുന്ന അല്ലാഹ് പറയാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ, പടച്ചവനെ ഞങ്ങളെ മുശ്രിക്കാക്കിയില് ഈ ഉസ്താദ് വഹിച്ച പങ്കഭാരമാണ് റബ്ബേ, വിടരുതേ അല്ലേ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കേട്ടു നോക്കിയേ. നബീനെ കല്ലെറിഞ്ഞ് തൂഫാനാക്കിയിട്ട് നബി പ്രാർത്ഥിക്കുക, അല്ലാ അവർക്കറിവില്ലാത്തത് കൊണ്ടാ അല്ലാ, എന്റെ ശരീരത്തിൽ വീണ കല്ലെനിക്ക് പ്രശ്നമല്ലല്ലാ. അം ഹസിബതും അന്നമാ ഖലഖനാകും അബസൻ അല്ലേ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളുടെ ഈ മരണത്തിന് ശേഷം അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? നിങ്ങൾക്കൊരു ജീവിതമില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ? അങ്ങനെ ഒരു ജീവിതമുള്ളത് കൊണ്ട് അല്ലാഹു മുഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാ അവർ അറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. കണ്ടോ പ്രാർത്ഥന അതാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പ്രാർത്ഥന അതാണ് അല്ലേ, നബി അതാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, കേരളത്തിലെ സമസ്തക്കാരോട് ചോദിക്കണേ ഞാനിപ്പോ, നിങ്ങള് മാനവികത നടത്തുന്നു അല്ലേ? മാനവികത ഉണർത്തുന്നു. എന്താപ്പം പേര് വിചാരിച്ചെന്ന അനുയായികൾ എന്താ വിചാരിച്ചറിയ നിങ്ങള് മാനവികത ഉണർത്തുന്നു എന്നാണല്ലോ. അപ്പോ ഇവരെ വിചാരം എന്താ വെച്ചാൽ ഉസ്താദ് ഓരോ പട്ടണത്തിൽ വന്നിട്ട് ആപ്പിളിന്റെ കൊല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും, അതാണ് മാനവികത, തിന്നാനുള്ള സാധന എന്നാ വിചാരം. എന്താ ഞാൻ ഇങ്ങനെ പറയാൻ, അവരെ കൊച്ചാക്കി പറഞ്ഞല്ല, സംഭവം കേട്ടോളി, നിങ്ങൾ കേട്ട് മനസ്സിലായിക്കോളി. എന്താ മാനവികത? മാനവികത എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ എല്ലാ സമൂഹത്തിനും അറിയാം, AP സുന്നക്കൊഴികെ. എന്താ മാനവികത? കാരണം അത് എഴുതി വെച്ച ബോർഡ് അത് കേൾക്കണങ്ങള്. മാനവികത എന്നുള്ള ബോർഡ് ഇങ്ങനെ കെട്ടുകയാണ്, തെങ്ങുമ്മ കയറി കെട്ടി, ചുമരിൽ കെട്ടി, അതുപോലെ പോസ്റ്റിൽ കെട്ടി, AP സുന്നിൽ ഇങ്ങനെ മടങ്ങുകയാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കടിയങ്ങാട് പാലത്ത് മുജാഹിദ് പണ്ഡിതന്റെ പ്രസംഗം നടക്കുകയാണ്. അപ്പൊ മാനവികത ബോർഡ് ഒട്ടിച്ചു വന്ന കുട്ടികൾ സ്റ്റേജിൽ കയറി ഭയങ്കര മാനവികത, മുജാഹിദുടെ സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര മാനവികത. ഒരു മാനവികത ഉണർത്തിയപ്പോ മുജാഹിദ് പണ്ഡിതന്റെ പല്ല് പോയി, പ്രവർത്തകരുടെ ചുണ്ടിന്ന് ചോര വന്ന് 250 കസേര കത്തിച്ചാമ്പലായി, സ്റ്റേജ് കത്തിച്ചാമ്പലായി, 8 ടാറപ്പായ കത്തിച്ചാമ്പലായി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി മാനവികത ഉഷാറ, ഗംഭീര മാനവികത. അപ്പൊ കാന്തപുരം മാനവികത എന്ന് പറഞ്ഞാൽ കുത്തിക്കൊടല് പുറത്തെടുത്ത മാനവികതയിൽ, അടിച്ചിട്ട് പട്ടിനെ കൊല്ലുന്നോണം കൊന്ന മാനവികതയിൽ. സത്യം ഞാൻ പറയുന്നു, കാന്തപുരം മാനവികത കൊണ്ട് ഉദ്ദേശിച്ച അതാണ്. കാന്തപുരം ഈ യാത്ര സംഘടിപ്പിച്ച 2 കാര്യത്തിനാണ്. അതെന്തിനറിയോ? കാന്തപുരം കേരളത്തിൽ ആദ്യം ഒരു യാത്ര നടത്തിയിരുന്നു. അതെന്തിനറിയോ? അത് തടി രക്ഷിക്കാനായിരുന്നു. അതായത് ചേങ്ങന്നൂർ തിരോധാനത്തിന് ശേഷം സ്വന്തം തടി രക്ഷിക്കാൻ, ഇപ്പം മുടി രക്ഷിക്കാനാണ്. എങ്ങനെ കളിച്ചിട്ട് മുടി ക്ലിക്ക് ചെയ്യുന്നില്ല. അപ്പൊ മുടി ഒന്ന് ക്ലിക്ക് ചെയ്യിപ്പിക്കണം. 2 മുജാഹിദുകളെ ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കണം. ഈ 2 കാര്യമുള്ളത്. ഈ 2 കാര്യത്തിനായി യാത്ര. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിലോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആലോചിച്ചു, ഒരുത്തൻ കള്ളുകുടീനെ കുറിച്ച് ഖുതുബ നടത്തുക, പ്രസംഗിക്കുക, നേരെ ചാരായ ഷാപ്പ് പോയിട്ട് മൂക്കറ്റം കുടിച്ചാലോ? ആലോചിക്കുക. ഒരുത്തൻ വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചിട്ട് അന്ന് തന്നെ പോയി വ്യഭിചരിക്കുക, എങ്ങനെ ഉണ്ടാവും? മാനവികത എന്നുള്ള ബോർഡ് വെച്ചിട്ട് അന്ന് തന്നെ പോയിട്ട് ഒരുത്തന്റെ മുഖം അടിച്ചാട്ട് ഇരപ്പയിക്കാളെ. അപ്പൊ എന്ത് മനസ്സിലായി? APകൾക്ക് മാനവികത എന്ന് തന്നെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ മലയാളം നിഘണ്ടു, മലയാളം അറിയെങ്കിൽ നിഘണ്ടു എടുത്ത് നോക്കിയിട്ട് വായിക്കണം. മാനവികത എന്താ? തീർന്നില്ല. ഈ കഴിഞ്ഞ മെനയാണ് സാജി തിരുരങ്ങാടിയെ ഒരു സഖാഫി സ്റ്റേജിൽ കയറി പിടിച്ചു വലിച്ചു തള്ളിയിട്ട്. ആലോചിച്ചേ, മാനവികത ഇത്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മുജാഹിദുള്ള പരിപാടി മുടക്കി. മാനവികത ഇത് ആണോ? ഇതാണോ മാനവികത? നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ അറിയണ്ടേ വിഷയങ്ങൾ, ലോകത്ത് നടക്കുന്ന വിഷയങ്ങൾ? കണ്ണൂർ ജില്ലയിലെ എത്ര സ്റ്റേജുകൾ മുജാഹിദുകളെ ഇവർ കൈകേറി, ഇന്നും ഇവർ കൈയേറിക്കൊണ്ടിരിക്കുന്നു. എത്ര ബോർഡുകൾ, മുജാഹിദുകളുടെ ബോർഡുകൾ എത്രയാ നശിപ്പിച്ചു കൂട്ടിയത്. അതോർക്കുമ്പോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ബോർഡൊക്കെ നിങ്ങൾ ഇങ്ങനെ വെച്ച്, ആ ബോർഡ് ഞങ്ങൾ കത്തിയോണ്ട് കീറി എങ്ങനെ ഉണ്ടാവും? അല്ലെ വേറൊരു ടീം കത്തിയോണ്ട് കീറി എങ്ങനെ ഉണ്ടാവും?
എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് വേദനിക്കോ? ചിലപ്പോൾ നിങ്ങൾക്ക് വേദനിക്കൂല. കാരണം ആ ബോർഡ് ഉണ്ടാക്കാനുള്ള പൈസ ഹറാമിലൂടെ നിങ്ങൾ സമ്പാദിച്ചത്. ഞങ്ങളത് അതല്ല. ഒരു മുജാഹിദിന്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തറിയോ? പലിശ പണതിലില്ല, മദ്യപാനിയുടെ പണതിലില്ല, ഖബർ സിയാറത്തൊന്നും ഓമന പേരിൽ ഖബറോളികളെ വിറ്റ് ഉണ്ടാക്കിയ കാശതിലില്ല. മുസ്ലിമിന്റെ മുജാഹിദിന്റെ ചോരയും നീരുമാണോ ആ ബോർഡ് നിങ്ങൾ കുത്തിക്കീറുമ്പോ? ഞങ്ങളെ ചെയ്യാറില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പേടിച്ചിട്ടല്ലോ. അറിഞ്ഞോളി, നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളി. അല്ല, പടച്ച തമ്പുരാനാണേ അല്ല. ഞങ്ങളുടെ കരുത്ത് അല്ലാഹ് സൂര്യനെ നിയന്ത്രിക്കുന്ന റബ്ബിലെ ഞങ്ങൾ വിശ്വസിച്ചേ. സ്വന്തം കിട്ടി വീക്കായതറിയാത്ത തങ്ങളിലല്ലടോ ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസം ആകാശഭൂമികളുടെ തമ്പുരാനല്ല. ഞങ്ങൾ റബ്ബിനെ പേടിക്കുന്നത് കൊണ്ട്. വലാ തസ്തബിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല. അത് മുജാഹിദ് പ്രസ്ഥാനം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ദാ കത്തിയേറ്റ് ഒരു മുജാഹിദിനെ പിടിച്ചു, ഇല്ല, ഉണ്ടാവില്ല. എന്തേ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർന്നില്ല. പാലക്കാട് കോട്ട മൈതാനിയിൽ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചു. ഇന്ത്യ മുഴുവനും വർഗീയത ആളിപ്പടരുകയാണ്. അന്ന് കേരളത്തിൽ ഇവർ ചെയ്തതറിയണ്ടേ? ഈ മാനവികത ഉണർത്തിയവർ ചെയ്തതറിയണ്ടേ? യുവാക്കളെ, എന്റെ സത്യസന്ധരായ യുവാക്കളെ, ധൈര്യശാലികളായ യുവാക്കളെ, സത്യത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന യുവാക്കളെ, നിങ്ങൾ അറിയണം AP സുന്നികൾ അന്ന് എന്താ ചെയ്തെന്നറിയോ? ബാബരി മസ്ജിദ് പൊളിച്ച ഡിസംബറിൽ കേരളത്തിൽ ഇവർ ചെയ്തതറിയോ? അറിയോ? നിങ്ങൾക്ക് അറിയോ? എന്താ കേട്ടോളീൻ. പാലക്കാട് കോട്ട മൈതാനിയുടെ ചുറ്റിലും മുജാഹിദുകളുടെ സമ്മേളനം നടക്കുക. മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സമ്മേളനം. ആ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനം പൊടിക്കണം. എന്നിട്ട് ഹിന്ദുക്കളും മുജാഹിദും തമ്മിൽ തല്ലുകൂടി വർഗീയ കലാപം ഉണ്ടാകണം. ഇവര് ചെയ്തത് കേൾക്കണ്ടേ? ഉസ്താദില്ലേ കമറ്, അൽ ഉലമ എന്ന് വിളിക്കുന്ന കമറ്, ആ കമറുൽ ഉലമന്റെ സ്ഥാപനത്തിന്റെ മുമ്പിലെ പ്രസിൽ നിങ്ങൾക്കറിയാം, മുഹമ്മദ് രാമന്തളിയുടെ നേതൃത്വത്തിൽ അവിടെ എന്ത് ചെയ്തു? ഒരു പോസ്റ്റർ അടുപ്പിച്ചിട്ട് ഒട്ടിച്ചു. എവിടെ? പാലക്കാട് കോട്ട മൈതാനിയുടെ ചുറ്റിൽ സമാധാനപൂർണമായി ജീവിച്ച ഏത് ഹിന്ദു എന്നറിയോ? അതുകൂടി കേൾക്കണ്ടേ നിങ്ങൾക്ക്? 4 ദിവസം കോട്ട മൈതാനിയിൽ സമ്മേളനം നടത്തിയപ്പോ ഹോട്ടലിലെ പട്ടരും ബ്രാഹ്മണരും ഹിന്ദുക്കളും മുഴുവൻ പറഞ്ഞെന്തറിയോ? ഞങ്ങളുടെ ജീവിതത്തിലേറിയ സമ്മേളനവും പാലക്കാട് നടന്നിട്ടുണ്ട്. മുജാഹിദുകളെ പോലെ പതിവ്രതകളായ ഒരു സമൂഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവർ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയിട്ട് വല്ലവരും ജീവിച്ചിരിപ്പുണ്ടെ ചോദിക്കുക. ഒരൊറ്റ മുജാഹിദ് ഹോട്ടലിൽ കയറിയിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോലും അതിൻ്റെ പണം തരാതെ അവരിറങ്ങിപ്പോയിട്ടില്ല. അവരാരും നോക്കിയിട്ടില്ല. പലർക്കും ബില്ല് കൊടുത്തിട്ടില്ല. എങ്കിലും അവർ കൗണ്ടറിൽ ക്യൂ നിന്ന് ഒരു സുലൈമാനി കുടിച്ചതിൻ്റെ ബില്ല് വരെ തന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. പല സമ്മേളനത്തിലും പലരും വന്ന് തിന്ന് ഇറങ്ങിപ്പോവും, ബില്ല് തരില്ല. മുജാഹിദുകൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾ പരിശോധിക്കും. മുജാഹിദ് പ്രസ്ഥാനം ഇന്ത്യയിലും കേരളത്തിലും എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കുട്ടി മുജാഹിദുകളോട് ഉറച്ച് പറയാറില്ല. ഞങ്ങൾ ഒരു ട്രെയിനിൽ കയറുമ്പോൾ പോലും, ട്രെയിന് പോയാലും അത് പോയതിൻ്റെ പേരിൽ നിനക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റ് പോയാലും ടിക്കറ്റ് എടുക്കാതെ കയറരുത് എന്ന് മുജാഹിദുകൾ ഉപദേശിക്കാറുണ്ട്. ഞാനിത് പറയുന്നത് എന്നോട് നിങ്ങൾക്ക് ഒരു നല്ല മനുഷ്യലോകം, ആർക്കും ഉദ്രമില്ലാത്ത നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മ അതുണ്ടാവണം. മുജാഹിദ് പ്രസ്ഥാനം എന്നും ആഗ്രഹിച്ചത് നല്ലൊരു ലോകം ഉണ്ടാവണോ. എന്നിട്ട് ഇവരെ എഴുതി വെച്ചേക്കണോ? ആ പോസ്റ്ററിലെ ഉള്ളടക്കം എന്താ അറിയോ? രാമനും സീതയും ദൈവമല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിന്റെ ഭൂമിയിൽ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൂടാ. മുജാഹിദ് സമ്മേളനം. അപ്പൊ ഇത് വായിക്കുന്ന ഹിന്ദുക്കൾക്ക് എന്താവും? കോപം വരും, വർഗീയ കലാപം ഉണ്ടാക്കാം. AP സുന്നികൾ അന്ന് ചെയ്തേ ആ കേസിന്റെ ഫയൽ ഇന്നും പോലീസ് സ്റ്റേഷനിലുണ്ട്. നിഷേധിക്കാൻ കഴിയും. നിങ്ങൾ മാനവികത പറയുന്നു അല്ലേ? കേരളക്കരയിൽ നിങ്ങൾ മാനവികത പറയുന്നു അല്ലേ? തീർന്നോ? കൊട്ടപ്പുറത്തെ വാദപരിവാദ വേദിയെ തല്ലിച്ചതച്ച് മുജാഹിദ് നേതാക്കന്മാരെ കസേര കൊണ്ടെറിഞ്ഞ് തരിപ്പണമാക്കിയത് ഉസ്താദിന്റെ തലതടവിലായിരുന്നില്ലേ? AP ഉസ്താദിന് ജനങ്ങളോട്, അതായത് സുന്നികൾക്കിടയിൽ ഒരു കോഡുണ്ട്. മൂപ്പര് തലപ്പാവ് ഇങ്ങനെ അയച്ചിട്ട് തല ഇങ്ങനെ തടവും. ആ തടവിയാൽ ഒരു മെസ്സേജാണ്, മുജാഹിദിന്റെ തല പൊട്ടിച്ച് ആളാ. ചോദിച്ചു നോക്ക്. അങ്ങനെ ഉസ്താദുമാർക്ക് ചില ആക്ഷൻ ഉണ്ട്. ടൈഗർ സുന്നിയിലൂടെ രൂപപ്പെട്ട് ഇപ്പത് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ജമിയത്തുൽ ഇഹ്സാനിയ എന്താ നിങ്ങളൊന്ന് പഠിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിനെ വിലയിരുത്തിയ മുഴുവൻ രേഖകളുണ്ട് എൻ്റെ കൈവശം, മുഴുവൻ രേഖകളും. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് നിങ്ങൾക്കൊരാൾ ഉദ്ധരിക്കാൻ കഴിയില്ല.
ഒരു മുജാഹിദായ യഥാർത്ഥ മുജാഹിദ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കില്ല ഇന്നോളമുള്ള ചരിത്രത്തിൽ. എങ്കിലും എനിക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ ഇസ്ലാമിനെ മുജാഹിദുകളിലൂടെ പരിചയപ്പെടുക. കേരള നദുവത്തുൽ മുജാഹിദിൽ നിന്ന് AP അബ്ദുൽ ഖാദർ മൗലവിയും TP അബ്ദുള്ള കോയ മദനിയും നയിക്കുന്ന സാക്ഷാൽ അള്ളാഹുവിൻ്റെ മതസമൂഹത്തിൽ നിന്ന് നിങ്ങൾ മതത്തെ അറിയും. ഞങ്ങൾക്ക് ജാടകളില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ ജനങ്ങൾക്ക് തന്നെ അറിയുന്നു. അറിയോ? മുജാഹിദ് പ്രാസംഗികരെ പോലെ നേതാക്കന്മാരറിയോ ഇവിടുത്തെ ജനങ്ങൾക്ക്? ഉണ്ടോ? കാന്തപുരത്തിന് അറിയാത്ത അവരുടെ അനുയായികളുണ്ടോ? അങ്ങനെയല്ലേ പോലീശ അല്ലെ? കിബർ പറഞ്ഞു, അഹങ്കാരം പറഞ്ഞു. 2-2.5 മണിക്കൂർ കാന്തപുരത്തെ അറിയുക കാരന്തൂരിനെയും ഒരു ബുക്ക. അങ്ങനെ ഉസ്താദിനെ ഇപ്പൊ പറയുന്നെന്തറിയോ? ഉസ്താദ് അറിയാതെ അല്ലാഹ് പോലും ഒരു കാര്യവും ചെയ്യൂല. സ്വപ്നജീവി പകരാ. 2 ദിവസം മുമ്പ് മഅദനിൽ നിന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ ക്ലാസ് എടുത്തു. അല്ലാഹു അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖലീല് തങ്ങളുടെ അവസ്ഥ പറഞ്ഞാലും AP ഉസ്താദാണ് അവരുടെയും വളർച്ചയ്ക്ക് കാരണം. സയ്യിദന്മാർ അല്ലാഹു വലിയവരാക്കിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള വേദിയിലേക്ക് തങ്ങളെ കൈപിടിച്ചത് ഉസ്താദ് തന്നെയാണ്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അല്ലാഹു തആല ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യാറില്ല. സ്വപ്നജീവി എന്നൊരു ഉസ്താദുണ്ട്, ഒരു അഹ്സനി പറയാട്ടോ, കാന്തപുരം ഉസ്താദ് അറിയാതെ അല്ലാഹ് ഒരു കാര്യവും ചെയ്യൂല. അങ്ങനെയുണ്ട്. ഇത് മുസ്ലിം കൈരടിയിൽ നടന്നതാ. ഈ ജാതി വിവരക്കേട് ഈ കേരള മണ്ണിലെ പോലീസുകാർ ചിരിച്ചു മെഞ്ഞാന്ന്. പോലീസുകാരായ ഹിന്ദുക്കൾ ഏത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ടേ അള്ളെല്ലാം ചെയ്യൂ. എന്റെ ചെങ്ങൈമാരെ, ഈ കൗമം നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആ മുജാഹിദ് പ്രസ്ഥാനം الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبة ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിച്ചെടുക്കാൻ, മാനവ സമൂഹത്തെ മോചിപ്പിച്ചെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട്, ഞങ്ങൾ ജനങ്ങളോട് പറയുന്നതാ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുക. ഖുർആനിൽ ഒരു തെറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചോ, വിഷയത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ വളരെ ഗൗരവമായി ആലോചിച്ചു നോക്കിയേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിച്ച നാട്, ആ നാട്ടില് നബി മദ്യപാനത്തിനെതിരെ ശബ്ദിച്ചു. ഏറ്റവും സ്വസ്ഥതക്കേട് നമ്മുടെ നാട്ടിൽ എന്താ? മദ്യം. ഈ അടുത്ത കാലത്ത് ഒരാള് പൂർണ്ണമായി മദ്യം ഒഴിവാക്കി നല്ല മനുഷ്യനായി. അതിനൊരു കാരണം ഉണ്ടായി, നിങ്ങൾ കേട്ടോളിട്ടോ. അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ, ഒരു ദിവസം അയാൾ മദ്യപിക്കാതെ വീട്ടിൽ വന്നു. എല്ലാവരോടും ഞങ്ങൾ സ്നേഹത്തോടു കൂടി പറയാം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മളെ കുറിച്ച് ഓർത്ത് കണ്ണുനീര് കുടിക്കുന്ന നമ്മുടെ അമ്മ, നമ്മുടെ ഉമ്മ, സഹോദരങ്ങളെ, കിട്ടിയ പൈസക്ക് കുടിച്ചിട്ട് എന്തെല്ലാണ് നോക്കേ. ഒരു സ്ഥലത്ത് എന്ന് നോക്കുമ്പോ റോഡ് മുഴുവനും അയാൾ നടക്കുകയാണ്. ആ റോട്ടിൽ മുഴുവനും സഞ്ചരിക്കുന്ന ഒരു കള്ളുഷാപ്പ്. ഒന്ന് ആലോചിച്ചേ, കള്ള് കുടിക്കാതെ ഒരു മുഴുകുടിയൻ ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നു. അപ്പൊ അയാൾക്ക് അന്ന് സ്വബോധ, നല്ല ബോധത്തോടെ അയാൾ കാണുക, അയാളുടെ ഉമ്മ ഓടി ഒളിക്കുകയാണ്, അയാളുടെ ഭാര്യ റൂമിൽ കയറി വാതിലടക്കുകയാണ്, അയാളുടെ മക്കള് പുറകിലൂടെ ഇറങ്ങി അയൽപ്പക്കത്തേക്ക് പോവുകയാണ്. അപ്പൊ അയാൾ ചിന്തിക്കുകയാണ്, ഇത് നിങ്ങൾ ഓർക്കണം, സ്നേഹത്തോടു കൂടി പറയാം ഞങ്ങളോട്. ആ മനുഷ്യൻ ഓർക്കണം, ഇന്ന ജന്മം നൽകിയ ഏതൊരു മാറിടത്തിൽ നിന്ന് ഞാൻ പാല് കുടിച്ചോ ആ ഉമ്മാക്ക് എന്നെ പേടിയാണല്ലേ, എന്റെ ജീവനായ എന്റെ ഭാര്യക്ക് എന്നെ പേടിയാണല്ലേ, എന്റെ ബീജത്തിൽ പറഞ്ഞ എന്റെ മക്കൾക്ക് എന്നെ പേടിയാണല്ലേ, കള്ളാണല്ലേ അവരെ അങ്ങനെ ആക്കിയത്, ഞാൻ കുടിക്കുന്ന കള്ളാണല്ലേ എന്നെ കുറിച്ച് അവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായത്, അത്ര തിന്മയാണല്ലേ കള്ള്, അതെനിക്ക് വേണ്ട. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് കള്ളു കുടിച്ചുകൊണ്ടാണ്. ഇനി നിങ്ങൾക്കറിയോ, ലോകത്തിലെ എല്ലാ തീവ്രവാദികളും, ഞാൻ ഉറച്ചു പറയണം, തീവ്രവാദ ഗ്രൂപ്പിൽ ഏറ്റവും തീവ്രത ഉള്ളവൻ
കള്ളുകുടിയനാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, മയക്കുമരുന്നടിക്കാത്ത ഒരൊറ്റ തീവ്രവാദിയെയും ഒരു മതരാഷ്ട്രീയ സമൂഹത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഉറച്ചു പറയണം. അഫ്ഗാനിസ്ഥാൻ പരിശോധിച്ചോ, തീവ്രവാദ ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് കഞ്ചാവാണ്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി, SDPI മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയെ പോലീസ് പിടിച്ചു. വൻവേട്ട, മയക്കുമരുന്നിന്റെ വൻവേട്ട. അതിനെന്താ കാരണം എന്നറിയോ? തീവ്രവാദ കൂട്ടങ്ങൾക്ക് അതുപോലെ നിയമവിരുദ്ധ സംഘങ്ങൾക്കൊക്കെ എന്താണെന്നറിയോ, നല്ല മാർഗത്തിലൂടെ പൈസ കിട്ടൂല. അവരുടെ എളുപ്പത്തിലുള്ള ലക്ഷ്യം നേടാൻ അനധികൃതമായ മാർഗത്തിൽ പണം സമ്പാദിച്ചേ തീരൂ. അതുകൊണ്ട് അത്തരം ഗ്രൂപ്പുകൾ എപ്പോഴും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഏറ്റവും ചെറുതിന് ഇത്ര പോന്ന പണം കിട്ടുന്ന ഏക സംവിധാനം അതാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ പഠനമല്ല, ലോകത്ത് തീവ്രവാദത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ആളുകളുടെ റിപ്പോർട്ടുകളാണ്. ഒരു തീവ്രവാദി ഒരിക്കലും മതവിശ്വാസിയല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, അജ്മൽ കസബ് അതുപോലെ കുറേ തീവ്രവാദികൾ കഴിഞ്ഞ റമദാനിൽ അവരുടെ ജീവിത റിപ്പോർട്ട് ഉണ്ടായിരുന്നു പത്രത്തിൽ. പട്ടാപ്പകല് നോമ്പിന് നമ്മളൊക്കെ വെള്ളം കുടിക്കാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് പട്ടിണി ആയിരുന്നു. മൂപ്പർക്ക് നോമ്പിന്റെ ഉച്ചക്ക് ബിരിയാണി തന്നെ കിട്ടണം. ഓ മാപ്പിളയാണോ? കള്ളക്കാഫിറിനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉപയോഗിച്ചു. കള്ളക്കാഫിർ ഉണ്ടോ? അള്ളാന്റെ ദീനിനെ നിഷേധിച്ചോൻ. ഓൻ ദീനല്ല. മലമടക്കുകളിൽ ഒളിച്ചിരുന്ന് പാവപ്പെട്ടവനെ വെടിവെച്ചു കൊന്നാൽ അങ്ങനെ ബിൻ ലാദൻ ഉണ്ടെങ്കിൽ കേട്ടോ. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കിയ കൂട്ടത്തിൽ